ദൈവത്തിൻ്റെ വന്യനാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ഇസ്രയേലിൻ്റെ മധുര ഗായകനായിരുന്ന ദാവീദ് ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പ്രതിഭവനവും എന്തുള്ളൂ. ആ വാക്യത്തെ ആസ്പദമാക്കി എൻ്റെ സ്നേഹിതൻ അമേരിക്കയിൽ അറ്റ്ലാന്റയിലുള്ളതായ മോഹൻ കാഞ്ഞിരമള്ളി അവറുകൾ രചിച്ചതായ ഒരു പാട്ടിൻ്റെ 2 ചരണം പാടിക്കൊണ്ട് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഓ ഇത്ര എല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ ഓ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുമ്പിൽ ഓ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എന്തുള്ളൂ. യോഗ്യത നിൻ മുൻപിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ വോയിസ് എന്ന ഈ ഫേസ്ബുക്ക് ലൈവിൽ നമ്മളുമായി ഒരുമിച്ച് ഇപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ ദൈവം തന്ന വലിയൊരു സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ
3 മാസത്തോളമായി രാവും പകലും ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ലോകത്തിൻ്റെ രാജ്യങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകി. എന്നാൽ ഇന്ന് വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ഡാനിയൽ മുട്ടമ്പള്ളി, എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം നടത്തുന്നതായ ഇമ്മാനുവൽ വോയിസിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകി, അവസരം നൽകി. കർത്താവിന്റെ ദാസനോടും ടീമിനോടുള്ള പ്രത്യേകമായ നന്ദിയും വന്ദനവും അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസനൊക്കെ പറഞ്ഞു, ഒരു പാസ്റ്ററുടെ മകനായിട്ട് ജനിച്ചു വളർന്ന വ്യക്തിയാണല്ലോ, അതുകൊണ്ട് ഫെയ്ത്ത് ഹോമിൽ നിന്ന്, അതായത് വിശ്വാസ ഭവനത്തിൽ നിന്ന് സ്റ്റേജിലേക്ക്, വേദിയിലേക്ക് വന്ന താങ്കളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ജനങ്ങളുമായി പങ്കിടുന്നത് ഇന്നുള്ള തലമുറയ്ക്ക് അനുഗ്രഹമായി തീരും എന്നുള്ളതായ കാര്യം എന്നോടൊക്കെ പറയുകയുണ്ടായി. 46 വർഷമായി പൂർണ്ണസമയം സുവിശേഷ രണാങ്കണത്തിൽ പോരാടുവാൻ ദൈവം വലിയ കൃപ എൻ്റെ ജീവിതത്തിൽ നൽകി. എന്നാൽ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുക, ഇതുവരെ ഇപ്രകാരം ഒരു ജീവിതത്തിന്റെ അനുഭവം പങ്കിടുന്ന ഒരു സന്ദർഭം ഇതുവരെ ഉണ്ടായിട്ടില്ല 46 വർഷത്തിൽ. അത് സാക്ഷ്യമില്ലായിട്ടല്ല, നല്ല സാക്ഷ്യം നാട്ടിലും പുറത്തും എല്ലായിടവും ഉണ്ട്. എന്നാൽ അതിനുള്ളതായ മുഖാന്തരങ്ങളോ അതിനുള്ളതായ ഒരു സാഹചര്യമുള്ള ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച വലുതോ ചെറുതുമായ എല്ലാ വേദികളിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം മാത്രം ശുശ്രൂഷിക്കുകയും ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ സന്ദർഭോചിതമായി പങ്കിടുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാർക്കും അവരുടെ തലമുറകൾക്കും പണ്ട് കാലങ്ങളിലുള്ളതായ ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ വേദനകൾ, അവർ നേരിട്ട പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഈ കാലത്തുള്ളതായ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരു ചലഞ്ചായി, ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ കർത്താവിൽ ആശിക്കുകയാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കിടുന്നതിന് മുന്നമേ എൻ്റെ പിതാവിൻ്റെ അനുഭവം നിങ്ങളുമായി അല്പസമയം പങ്കിടണം. എങ്കിൽ മാത്രമേ ഈ അനുഭവ സാക്ഷ്യം, ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായി തീരുകയുള്ളൂ. അപ്പോൾ ഇത് 3 ഘട്ടങ്ങളായിട്ട് ഞാൻ പറയാൻ പോകുന്നു. ഒന്ന്, എൻ്റെ പിതാവിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അല്പമായി പങ്കിടും. അതിനുശേഷം ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിടും. പിന്നെ കുടുംബസ്ഥനായി കഴിഞ്ഞ 36 വർഷക്കാലം അമേരിക്കയിൽ ഞങ്ങൾ പാർക്കുകയും കർത്താവിന്റെ വേല ചെയ്യുന്നതായ ജീവിതത്തിന്റെ അനുഭവങ്ങളും പങ്കിടുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ ലൈവിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരും ഇനി ഭാവിയിൽ ഇത് കേൾക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്കും ഇത് ഉത്തേജനവും അനുഗ്രഹവും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് കാരണമായി തീരണം എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ. എൻ്റെ പിതാവിനെ കുറിച്ച് ചില വാചകങ്ങൾ ഞാൻ പറയട്ടെ. എൻ്റെ പിതാവ് കൊട്ടാരക്കരയിൽ നിന്ന് 18 കിലോമീറ്റർ ദൂരെയുള്ളതായ വേങ്ങൂർ എന്ന് പറയുന്നതായ ഒരു കൊച്ചു ഗ്രാമത്തിൽ ചെമ്പറ്റ കുടുംബത്തിൽ ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവഭയമുള്ളതായ മാതാപിതാക്കന്മാരുടെ ഏക മകനായി ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. നിങ്ങളേവരും അറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പാസ്റ്റർ CK ഡാനിയൽ അവர்கள். തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങളൊക്കെ വിവരിപ്പാൻ സമയം പോരാ, നമുക്കതിനുള്ളതായ സാവകാശങ്ങളില്ല. അത് വലിയൊരു 500-ൽ പരം പേജുള്ളതായ ഒരു വലിയ പുസ്തകമായി ജീവചരിത്രം, കർത്താവിന്റെ ദൈവത്തിന്റെ പ്രിയ പുരുഷൻ എന്ന പേരിൽ, ദാനിയേൽ എന്ന പേരായതുകൊണ്ട് മനോഹരമായ ഒരു പുസ്തകം ജീവചരിത്രം പല വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കുകയുണ്ടായി. തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതായ ദർശനം, ആ ദർശനം അനുസരിച്ച് മുമ്പോട്ട് വെച്ചതായ കാഴ്ചപ്പാടുകൾ, അതിന്റെ പിന്നിൽ താൻ കൊടുത്തതായ വിലകൾ, അതിന്റെ പിന്നിൽ തനിക്ക് നേരിട്ടതായ പ്രതിസന്ധികൾ, അതെല്ലാം അതിൽ സവിസ്തരമായി ഡീറ്റെയിൽ ആയിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. 1914 എൻ്റെ പിതാവ് ജനിക്കുന്നത്. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 106 വയസ്സ് ഉണ്ടാകുമായിരുന്നു. തൻ്റെ 19ാമത്തെ വയസ്സിലാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ ദൈവം വിളിക്കുന്നത്. 3 സഹോദരിമാർ ജനിച്ചു മുന്നമേ മാതാപിതാക്കന്മാർ ദൈവത്തോടെ മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ആൺമകനെ തന്നാൽ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഒരു മകനെ തന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തേക്കാം
എന്ന് അവർ ദൈവത്തിൽ മർത്തോമാ സഭയിൽ ദൈവഭക്തരായ അവർ നേരുകയുണ്ടായി. എന്നാൽ താൻ വളർന്നു നല്ല മിടുക്കനായിട്ട് ആ കാലത്തെ വിദ്യാഭ്യാസം പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം ആ കാലത്ത് 7ാം ക്ലാസ് പാസ്സായ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. 7ാം ക്ലാസ് പാസ്സായെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമായിട്ട് തോന്നും. പക്ഷേ ആ കാലഘട്ടത്തിൽ 7ാം ക്ലാസ് പാസ്സാവുന്ന ഒരു വ്യക്തിക്ക് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി കിട്ടുന്ന ഒരു കാലമാണ്. ഹൈസ്കൂൾ ടീച്ചറായിട്ട്, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശമ്പളത്തിന്റെ കാര്യം എൻ്റെ പിതാവ് വളരെ രസകരമായി എൻ്റെ പറഞ്ഞിട്ടുണ്ട്. മോനെ, ആ കാലത്ത് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ശമ്പളം വെറും 6 രൂപ മാത്രമാണ്. 6 രൂപ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് തോന്നും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എൻ്റെ പിതാവ് ഉടനെ എന്നോട് ചേർത്ത് പറയും, മോനെ, നിനക്ക് 6 രൂപ വലുതായിട്ട് തോന്നിയില്ലെങ്കിലും ഓർത്തോണം, അന്ന് വേങ്ങൂർ ദേശത്ത് 1 ഏക്കർ ഭൂമിക്ക് 5 രൂപ വിലയേ ഉള്ളൂ. ഓർത്തോണം, 1 ഏക്കർ ഭൂമിക്ക് 5 രൂപ മാത്രമേ വില ഉള്ളൂ ആ ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ എൻ്റെ പിതാവ് 7ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഒരു ഹൈസ്കൂൾ ടീച്ചറായിട്ട് അയക്കാതെ, രസകരമായ ഒരു കാര്യമാണ് ഇവിടെയൊക്കെ പറയാൻ പോകുന്നത്, അതെല്ലാം ജീവിതത്തിൽ ടീച്ചർ എഴുതിയിട്ടുണ്ട്. 6 രൂപ ശമ്പളമുള്ളതായ ജോലി, ഒരു ചെറിയ ജോലി ആയതുകൊണ്ട് ആ കാലത്ത് സർവേ, അതായത് വസ്തു അളക്കുന്നതായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് സർവേയർ. ആ സർവേ ജോലിക്ക് ലഭിച്ചാൽ 13 രൂപ ശമ്പളമുണ്ട്. പക്ഷേ ആ കാലത്ത് പഠിപ്പിക്കാനുള്ളതായ ഏക കോഴ്സ് ഈ രാജ്യത്തില്ല. ട്രാവൻകൂർ, തിരുവിതാംകൂറിലില്ല, കൊച്ചി രാജ്യത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പിതാവിനെ, ഏക മകനായ തൻ്റെ മകനെ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി 1 വർഷത്തെ കോഴ്സാ കൊല്ലത്ത് കപ്പലിൽ കയറ്റി, അതാ പത്തേമാരി കപ്പലിൽ കയറ്റി കൊച്ചിയിൽ വിട്ടതും, കൊച്ചിയിൽ താൻ പഠിച്ച സമയത്ത് 6 മാസം കഴിഞ്ഞുകൊണ്ടേ ന്യൂമോണിയ പിടിച്ചതും മടക്കി വന്നതൊക്കെ വലിയൊരു സംഭവമാണ്. അങ്ങനെ താൻ വന്ന കിടക്കയിലായി മരണത്തോടെ മല്ലടിച്ചിരിക്കുന്ന സമയത്ത് പിന്നെയും മാതാപിതാക്കന്മാരും താനും ദൈവത്തിൽ ഡെഡിക്കേറ്റ് ചെയ്തു, കർത്താവെ, ഈ മരണക്കിടക്കിൽ നിന്ന് ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചാൽ എൻ്റെ പൂർണ്ണ സമയം ഞാൻ കർത്താവിന് വേല ചെയ്തുകൊള്ളാം. എല്ലാവരും ധരിച്ചത് മർത്തോമായിലെ ഒരു അച്ഛനാവുന്ന കാര്യമാണ് ചിന്തിച്ചത്. എന്നാൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളും എത്ര ശ്രേഷ്ഠമായിരുന്നു. ദൈവം തനിക്ക് സൗഖ്യം കൊടുത്തു. തനിക്ക് യങ്ങറായിട്ട് 2 സഹോദരിമാരോട് ജനിച്ചു. അങ്ങനെ 5 സഹോദരിമാർക്ക് ഏക മകനായ ഒരൊറ്റ വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. തൻ്റെ 19ാമത്തെ വയസ്സിൽ ഈ ദേശത്ത് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തി, നല്ല കുലീനത്വമുള്ളൊരു ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, ഏക മകനായ വ്യക്തി, എല്ലാവരും നല്ല സമ്പന്നനായ വ്യക്തി, മർത്തോമാ സഭയുടെ ട്രസ്റ്റിയായി, ഇടവക സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. താൻ അച്ഛനോടുകൂടെ മതവാൾ ശുശ്രൂഷിച്ചിട്ട് താഴോട്ടിറങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം തന്റെ ആത്മാവിനാൽ ആ പള്ളിയിൽ വെച്ച്, മർത്തോമാ പള്ളിയിൽ വെച്ച് എൻ്റെ പിതാവിനെ നിറച്ചു. ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ അവർ ഒരിക്കലും പുതുമയായിരുന്നു. കാരണം പെന്തിക്കോസ് പാസ്റ്റർമാരോ വിശ്വാസികളോ സഭയോ ഇല്ലാത്ത ഒരു കാലയളവിൽ അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു പള്ളിയിൽ വെച്ച് കാത്തിരിപ്പിയോ വല്ലെന്ന് ഓർത്തോണം. അവിടെ വെച്ച് ആത്മാവിൽ നിറഞ്ഞു അന്യഭാഷകൾ സംസാരിച്ചു. എല്ലാവരും വിചാരിച്ച് കേട്ടിട്ടാത്തൊരു സംഭവമായതുകൊണ്ട് ഏതോ ഇത് ബുദ്ധിമുള്ളുകൊണ്ട് വല്ലതും മാനസിക രോഗമോ എന്തോ സംഭവിച്ചു, എന്തുവാലും കൊള്ളാം, എല്ലാവർക്കും അതിശോക്തിയായി, ദേശം മുഴുവൻ അതിശയമായി, ദേശം മുഴുവനും സംസാരമായി, പാട്ടായി. തൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ദൈവം വരുത്തിയതായിരുന്നു. ദൈവം ഒരു വ്യക്തിയെ മുന്നമേ കണ്ടാൽ ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ എത്ര ശ്രേഷ്ഠകരമാണ്. തന്റെ ജീവിതത്തിൽ ആത്മീയ വെളിച്ചം, ദൈവത്തോളതായ ആത്മീയ ദാഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആ തരണത്തിൽ താൻ ഒരു ശ്രുതി കേട്ടു. കർത്താവിന്റെ വലിയൊരു ദാസൻ ഉണ്ണൂണി സാർ അവർ, കെ എബ്രഹാം സാർ അവർ തൃക്കണ്ണമംഗൽ ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി, ഒരു കൺവെൻഷന് വേണ്ടി വരുന്നുള്ള സംഭവം താൻ കേൾക്കുകയും ഇവിടുന്ന് 18 കിലോമീറ്ററോളം നടന്ന വനത്തിൽ കൂടെ, അന്ന് കോര വനമാണ് വേങ്ങൂർ, പുലികളും മറ്റുള്ള വന്യമൃഗങ്ങളും ഉള്ളതായ കോര വനമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ദേശം. അപ്പോൾ എൻ്റെ പിതാവിന്റെ കുട്ടിക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 19 വയസ്സുള്ള താൻ ഇവിടുന്ന് നടന്ന് കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ പോയി ബഹുമാനപ്പെട്ട ഉണ്ണൂണി സാറിന്റെ ക്ലാസ്സിലും കൺവെൻഷനും സംബന്ധിച്ചു. തന്റെ ഇംഗിതം, തന്റെ ആഗ്രഹം അദ്ദേഹത്തോടെ പങ്കുവെച്ചു. നല്ലൊരു ചെറുപ്പക്കാരൻ, കണ്ട നല്ല യോഗ്യനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തെ കർത്താവിന് വിലക്ക് കിട്ടിയാൽ നല്ലതാണല്ലോ, അതിന് താല്പര്യം എന്തൊക്കെ പറഞ്ഞാണല്ലോ എന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസൻ ഉണ്ണൂണി സാർ അവർ കുമ്പനേട്ടയ്ക്ക് വരുവാൻ വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടു. നമ്മളിത് കേൾക്കുന്നുണ്ടെ ഈസിയായിട്ട് തോന്നും. താനത് കുറിക്കൊണ്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു. വീട്ടിൽ അറിയിച്ചാൽ വീട്ടിൽ സമ്മതിക്കുമോ? മർത്തോമാ കുടുംബത്തിലുള്ളതായ ഏക മകൻ വീട് വിട്ട് നാട് വിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി കുമ്പനാട്ട് പോകുമെന്ന് പറഞ്ഞാൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇമാജിൻ ചെയ്ത് നോക്കിയാൽ എന്തുവാണെന്ന്. നമ്മളീ പറയുന്ന എത്ര വർഷത്തെ മുമ്പത്തെ കാര്യം അറിയാമോ? ഏകദേശം 90ഓളം 87 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇവിടുന്ന് നടന്ന് താൻ കുമ്പനാട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു.
വീട്ടുകാര് എല്ലാവരും എതിർത്തിട്ടും, നാട്ടുകാർ മുഴുവൻ എതിർത്തിട്ടും, ചർച്ചുകാർ മുഴുവൻ എതിർത്തിട്ടും തന്റെ വിളിക്ക് വേണ്ടി താൻ മുന്നോട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അബ്രഹാമിനെ പോലെ കാണപ്പെടാത്ത, കേൾക്കപ്പെടാത്ത ഒരു ദേശമാണെന്ന് കുമ്പനാട്. അന്ന് വണ്ടിയില്ല, വാഹനമില്ല, ഒന്നുമില്ലാത്തൊരു കാലത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടുന്ന് 78 കിലോമീറ്റർ നടന്നാണ് താൻ കുമ്പനാട്ട് പോയി ദൈവത്തിന്റെ വചനം പഠിച്ചത്. നമുക്ക് ദൈവം നല്ല മനോഹരമായ കാർ തന്നിട്ട് പോലും നമുക്ക് പോയി ഒന്ന് യോഗത്തിന് അറ്റൻഡ് ചെയ്യാനോ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ അത്രയും മടിയുള്ളൊരു കാലഘട്ടത്തിൽ വേങ്ങൂർ കുഗ്രാമത്തിൽ നിന്ന്, ഈ വനപ്രദേശത്ത് നിന്ന് 78 കിലോമീറ്റർ നടന്ന് താൻ കുമ്പനാട്ട് പോയി ദൈവവചനം പഠിച്ചതും ആ കാലത്ത് പഠിപ്പിച്ചതും. അനേക വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പിതാവിനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കുമ്പനാട്ട് ബൈബിൾ കോളേജ് പഠിപ്പിക്കാനും മറ്റും പോകുമ്പോൾ എന്തൊക്കെ എപ്പോഴും കണ്ണുനീരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് റോഡ് സൈഡിൽ ആ മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴതില്ല, റോഡ് വീതി കൂട്ടിയപ്പോൾ വലിയ ആഞ്ഞിലി, വലിയ മാവിന്റെ ഒക്കെ ചവിട്ടില്ല. ആ കാലത്ത് രാജാക്കന്മാർ ഒരു കല്ലുകൾ വെച്ച് ചുമട് താങ്ങിൽ ഉണ്ടാക്കുമായിരുന്നു, വെയിറ്റ് വെക്കാൻ വേണ്ടി. അവിടെ കിണറുമുണ്ട് വഴിപോക്കർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി. എൻ്റെ പിതാവ് പല സ്ഥലങ്ങളിലും മരങ്ങളുടെ ചവിട്ടിൽ ഇരുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ കണ്ണുകൾ നിറഞ്ഞ്, ഞാൻ വികാരഭരിതനാണെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. എൻ്റെ പിതാവിന്റെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ് പങ്കിടുന്നത്. നിങ്ങൾ ഇന്ന് കാണുന്ന ജോൺസൺ ഡാനിയലിന്റെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്റ്റേജിൽ പ്രസംഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ലോകപ്രസിദ്ധനായ സെമിനാരിയുടെ പ്രസിഡന്റ്, സെൻട്രൽ പാസ്റ്ററായിട്ടൊക്കെയാ നിങ്ങൾ കാണുന്നത്. എന്നാൽ ഓർത്തോണം, എങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് താൻ ഇവിടെ എത്തിയെന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, മോനെ, ഞാൻ പെട്ടിയുമായി നടന്ന് കുമ്പനാട്ട് പോകുന്ന വഴിക്ക് ഞാൻ ക്ഷീണിച്ച് ആഹാരം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. കൈ പൈസയില്ല, ആഹാരം കൊടുക്കുവാൻ ഫെയ്ത്ത് ഹോമുകളില്ല, അന്ന് ചർച്ചുകളില്ല, വിശ്വാസികളില്ല, കൂട്ടുവേലക്കാരില്ല. നടന്ന് 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 എവിടെ പോകുന്ന അറിയാൻ വയ്യാതെ അബ്രഹാം പോയ പോലെ കുമ്പനാട്ടിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ, കേൾവിയേ ഉള്ളൂ. നമ്മൾ ഓർക്കണം. അങ്ങനെ നടന്ന് താൻ ഇവിടുന്ന് പോയി സന്ധ്യ ആയപ്പോൾ അടൂർ ചെന്ന് അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സന്ധ്യയായി പകച്ചു നിന്നും എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. ആ സന്ദർഭത്തിൽ അവിടെ ഒരു കാരണവരായ ഒരു പ്രായമുള്ള ഒരു ക്രിസ്ത്യൻ മനുഷ്യൻ, ഒരു പ്രായമുള്ള ഒരു പിതാവ് അവിടെ നിന്ന് കണ്ടപ്പോൾ, ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യൻ സന്ധ്യ സമയത്ത് പകച്ചു നിൽക്കുന്നത് കണ്ടു. ചോദിച്ചു യൗവനക്കാരനൊക്കെ, നീ എവിടെ പോകുകയാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കുമ്പനാട്ട് പോകുകയാണെന്ന്. അദ്ദേഹം ചോദിച്ചു, കുമ്പനാട്ട് നീ സന്ധ്യക്ക് എങ്ങനെ പോകുന്നത്? ഞാൻ എവിടുന്ന് വരുവാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതുപോലെ കൊട്ടാരത്തിൽ അങ്ങേപ്പുറത്ത് വേമ്പൂർന്ന് വരുവാ. എന്തിനാ പോകുന്നേ? അത് ബൈബിൾ കോളേജ് പഠിക്കാനാ പോകുന്നേ. അദ്ദേഹം ഒന്ന് പുച്ഛിച്ചു, ചിരിച്ചു. ഇത്രയും നല്ല ചെറുപ്പക്കാരന് ഇത്രയും ഒരു പെട്ടിയും തൂക്കി പിടിച്ചുകൊണ്ട് കുമ്പനാട്ട് ബൈബിൾ കോളേജ് പഠിക്കാൻ പോകാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിച്ചെങ്കിലും തന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തോന്നിപ്പിച്ചായിരിക്കാം തന്നെ ക്ഷണിച്ച് ആ മാന്യദേഹത്തിന്റെ ഭവനത്തിൽ എൻ്റെ പ്രിയ പിതാവിനെ കൊണ്ടുപോയി. അകത്ത് കയറ്റിയില്ല, മുറ്റത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അകത്തോട്ട് കയറി ഒരു പുൽപ്പാ എടുത്ത് എൻ്റെ പിതാവ് എൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആ എഴുത്തിൽ പശുവിനെ കിട്ടുന്ന, കന്നുകാലികളെ കിട്ടുന്ന ഒരു എഴുത്തിലുണ്ട്, അതിന്റെ തിണ്ണയിൽ ഒരു പത്തായമുണ്ട്. ആ പത്തായത്തിന്റെ പുറത്ത് ഈ പാ വെച്ച് കിടന്നോളാൻ പറഞ്ഞു. എൻ്റെ പിതാവിനുള്ള ഒരു സന്തോഷം തോന്നി. ഒന്നുമല്ലെങ്കിൽ റോഡിൽ കിടക്കണ്ടല്ലോ, അത് പ്രതീക്ഷിച്ചാ പോയത്. അപ്പോൾ അങ്ങനെ ആ പത്തായത്തിന്റെ പുറത്ത് പുൽപ്പായം വിരിച്ച് കിടന്നുറങ്ങി. അദ്ദേഹത്തിന്റെ കിടക്കാൻ പോകുന്നതിനും ഒരു കാര്യൂടെ പറഞ്ഞു, എന്നെ നോക്കണ്ട, രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പേ ഞാൻ നടന്ന് കുമ്പനാട്ട് പോകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും. അതുകൊണ്ട് പാ മടക്കി അവിടെ വെച്ചേക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വാക്കൂടെ പറഞ്ഞ ആ മനുഷ്യൻ മാന്യ ദേഹം ഇപ്പോഴൊന്നല്ല, ഇനി എന്ന് വന്നാലും ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പെർമിഷൻ കൂടാതെ ഇവിടെ കയറി പാർക്കാം, ആ പാ അവിടെ തന്നെ ഇരിക്കട്ടെന്ന് പറഞ്ഞു. എൻ്റെ പിതാവിനോട് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് ഇന്നേക്ക് 40-45 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ പിതാവുമായി ഡ്രൈവ് ചെയ്ത് പോകുന്ന സന്ദർഭങ്ങളിൽ എന്നെ ആ ഭവനം കാണിച്ചിട്ടുണ്ട്, എന്നെ ആ മരങ്ങൾ കാണിച്ചിട്ടുണ്ട്, താൻ ഇന്ന് വിശ്രമിച്ചുള്ളതായ ഭവനങ്ങൾ. കാലങ്ങൾ മാറി, തൻ്റെ ജീവിതത്തിൽ ആ ദൈവവചനം പഠിച്ചു. അവിടെ തന്നെ പഠിപ്പിക്കാൻ കർത്താവിന്റെ ദാസൻ ഉണ്ണൂർ സർ പഠിപ്പിക്കാൻ എടുത്ത് 45ഓളം വർഷങ്ങൾ തന്റെ ജീവിതത്തിൽ കുമ്പനാട്ട് ദൈവവചനം പഠിപ്പിച്ച, ആയിരങ്ങളെ വാർത്തെടുത്ത ഒരു ദൈവദാസനാണ് എൻ്റെ പിതാവ്. കുടുംബസ്ഥനായി കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ വാർത്തതും ജനിച്ചും വളർന്നതും എല്ലാം ഫെയ്ത്തുമില്ല. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ മാത്രം പറയുകയല്ല, ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഇതെല്ലാം ഒന്ന് തന്നെ, സംഗതികളെല്ലാം ഒന്ന് തന്നെ. ഏക മകൻ ഈ മാർഗത്തിൽ പോയതിന്, വിശ്വാസത്തിൽ പോയതിന് മാതാപിതാക്കന്മാർക്കും സൗരസ്വന്മാർക്കും അനുകൂലമല്ലായിരുന്നു. വളരെ സാമ്പത്തിക ശേഷികൾ, ലാൻഡ് ലോഡ്, വളരെ വസ്തുക്കളുള്ളതായ, വല പുരയിടങ്ങളുള്ളതായ, വളരെ വയലുകളുള്ളതായ
അതിന്റെ ഉടമസ്ഥനായ ഒരൊറ്റ മകൻ എന്തെന്നറിയാതെ എങ്ങോട്ട് പോകുന്നറിയാതെ ഇന്നത്തെ പോലെ ബന്ധുക്കോസോ സഭകളോ വിശ്വാസങ്ങളോ കേട്ടുകഴിയോ ഒന്നും അറിയാൻ വയ്യാത്തൊരു കാലഘട്ടത്തിൽ പോകുന്നു പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോകാൻ വയ്യാത്ത കാലമാണ്. കുമ്പനാട്ട് തിരുവനം പഠിച്ച ശേഷം എന്റെ പിതാവിനെ ആദ്യമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കുന്നത് നമ്മുടെ അടൂരിനടുത്തുള്ള ആ തട്ട IPC ലോക്കൽ സഭയിലാണ്. അവിടെയുള്ള വിശ്വാസികൾ, പ്രായമുള്ള അപ്പച്ചന്മാര് ഇന്നും പറയും, ജോസുമോനെ, മോന്റെ പിതാവ് ഞങ്ങളുടെ സഭയുടെ ആദ്യത്തെ പാസ്റ്റായിട്ട് വരുമ്പോൾ 19 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 20 വയസ്സില്ലായിരുന്നു എന്നിട്ടൊക്കെ അവിടെയുള്ളതായ പ്രിയപ്പെട്ടവരുണ്ടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ ആരംഭിച്ചതായ വിശ്വാസ ജീവിതം, ഫെയ്ത്വമാണല്ലോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഫെയ്ത്വം, വിശ്വാസ മന്ദിരം, അവിടെ ജീവിതം ആരംഭിച്ചു. 45ഓളം വർഷങ്ങൾ എന്റെ പ്രിയ മാതാവും ഞാൻ ഉൾപ്പെടെ 5 മക്കൾ, ഏറ്റവും മൂത്തത് 3 സഹോദരിമാരാണ്. എന്റെ നേരെ മൂത്ത ഒരു സഹോദരനുണ്ട്, സാംസി ഡാനി, നിങ്ങൾക്കറിയാം, IPCയുടെ കൗൺസിൽ മെമ്പറും ഈ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സാംസി ഡാനി. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ വ്യക്തിയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, എന്റെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ് നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന, ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നതായ ഡോക്ടർ ജോൺ താന്നിക്കൽ, ബാംഗ്ലൂരിലുള്ള ജോൺ താന്നിക്കലിന്റെ വൈഫ് എന്റെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചതും പട്ടിണി കിടന്നതും ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്റെ പിതാവും മാതാവും കഴിഞ്ഞാൽ എന്റെ മൂത്ത സഹോദരിയാണ്. എന്റെ മൂത്ത സഹോദരി തൃക്കണ്ണമംഗൽ ഫെയ്ത്തോമിൽ പാർക്കുന്ന കാലത്ത് ആഹാരമില്ല. ആ കാലത്ത് ഇന്നത്തെ പല വിശ്വാസികളോ വലിയ വിദേശത്ത് പോകുന്ന ആൾക്കാരോ ആരും ഒരിക്കലും ഇല്ലാത്തൊരു കാലമാണ്. നമ്മളീ പറയുന്നത് 10-85 വർഷങ്ങൾ മുമ്പുള്ള സംഭവം ഓർക്കണം. അന്ന് വിശ്വാസികളില്ല, നമുക്ക് സഭകളില്ല, പാഷനേജുകളില്ല. എവിടെങ്കിലും ചെറിയ കൂടിവരവ് പെന്തിക്കോസിന്റെ ആരംഭ കാലഘട്ടമാ കേരളത്തിൽ. മൂടി പിടിച്ചു വരുന്നതേ ഉള്ളൂ. അന്ന് പേപ്പട്ടിയെ പോലെ പാസ്റ്റർമാരെയും വിശ്വാസികളെയും ദൈവദാസന്മാരെയും ഓടിക്കുന്ന ഒരു കാലമാ. ഏറ്റവും വലിയ പ്രതികൂലം നേരിടുന്ന ഒരു കാലമാ. അന്ന് പെന്തിക്കോസ് സഭകൾ റൂട്ട് പിടിച്ചിട്ടില്ല, നോർത്തോണം. അപ്പോൾ എന്റെ പിതാവ് തൃക്കണ്ണമംഗൽ പാർക്കുന്ന കാലത്ത്, അപ്പൊ തട്ടയിൽ നിന്ന് മാറി തൃക്കണ്ണമംഗൽ വന്നു, തൃക്കണ്ണ അടൂർ പോയി, അടൂർ തൃക്കണ്ണമംഗൽ പിന്നെയും വന്നു, പിന്നെ കല്ലുശ്ശേരിക്ക് പോയി, കല്ലുശ്ശേരി അടൂർ പോയി, പുല്ലൂർ പോയി, പുല്ലൂന്ന് അടൂർ വന്നു. അങ്ങനെ ഫെയ്ത്തോമുകൾ മാറി 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 ആ കാലഘട്ടത്തിൽ അമ്മിക്കല്ലും അരകല്ലും നമ്മുടെ ഉരുളിയും നമ്മുടെ പാത്രവും, ഉരുളിയൊന്നുമില്ല, സോറി, നമ്മുടെ ഈ ഇടിക്കുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരെന്തോ, നമ്മുടെ ഒരള്, നെല്ല് കുത്തുകയോ അരി പൊടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരള്, ഇങ്ങനെയുള്ളതായ ചട്ടിയും കലവും പാത്രങ്ങളും ഒരു കട്ടിൽ വല്ലതും കാണും. കുറച്ച് പായും സാധനങ്ങളും ചട്ടിയും കലവുമായിട്ട് കാളവണ്ടിയിലാണ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്, കാളവണ്ടിക്കകത്ത്. തൃക്കണ്ണമംഗൽ എന്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ 3 ദിവസമായി വീട്ടിൽ ആഹാരമില്ല. ഞാൻ ജനിച്ചിട്ടില്ലെന്ന്. എന്റെ സഹോദരി 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതായ എന്റെ സഹോദരി 3 ദിവസമായി ആഹാരം കഴിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ വെച്ച് ക്ലാസ്സിൽ മയങ്ങി വീണു. അമേരിക്കയിലൊക്കെ പോയി ദീർഘവർഷം താമസിച്ചു എന്റെ സഹോദരിയുടെ കാര്യമായി പറയുന്നത്. സ്കൂളിൽ ആഹാരമില്ലാതെ, അതറിയത്തില്ല ആർക്കും, സ്കൂളിൽ ഈ കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് മയങ്ങി വീണു. അപ്പൊ ഉദ്ദേശിയുടെ മോളാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അടുത്തുള്ളൊരു ചായക്കടയിൽ ഒരു അച്ഛാന് വിളിച്ചു വരുത്തി, ഇതാണ് ഈ കുഞ്ഞ് മയങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഓടി വന്നു. എന്റെ പിതാവോട്ടൊക്കെ വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇദ്ദേഹം സ്കൂളിൽ എടുത്തോണ്ട് പോയി. ഇദ്ദേഹത്തിന്റെ കടയിലോട്ട് കൊണ്ടുപോയിട്ട് തണുത്ത വെള്ളം മുഖത്ത് ഒഴിച്ചൊന്നെ തെളിഞ്ഞ് മുഖം പെട്ടെന്ന് ആ മോഹാത്സ്യം, ആ ഫെയിന്റിങ് അങ്ങ് മാറി, ഉണർന്നു. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, നല്ലവനായ മനുഷ്യൻ, എന്താ കുഞ്ഞെ, എന്താ പറ്റി എന്ന് ചോദിച്ചു. വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചോണ്ടേ മനസ്സിലായത് 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. 3 ദിവസം. ആ നല്ലവനായ മനുഷ്യൻ എന്റെ സഹോദരിക്ക് ഒരു വടയും ഉള്ള ചായയും കൊടുത്തു. അപ്പോ ഉയിര് വിണവലായി. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫെയ്ത്തോമി കൊണ്ടാക്കി. നിങ്ങളുടെ അറിവിന് വേണ്ടി ഇടയ്ക്ക് കയറി പറയട്ടെ, ഒരു 15 വർഷം മുമ്പ് കൊട്ടാരക്കര വെച്ച് യാദൃശ്യമായിട്ട് വന്യവയോധികനായ ഈ പ്രായമുള്ള ഈ മനുഷ്യനെ ഞാൻ കണ്ടു. എന്തൊക്കെ ഒന്ന് പറഞ്ഞു, പാസ്റ്റർ ജോൺസൺ ഇല്ലയോ ആന്ന്, സി കപ്പത്തിന്റെ മോനില്ലയോ ആന്ന്. എന്നിട്ട് എന്തൊക്കെ എനിക്ക് സംഭവങ്ങളൊക്കെ കുട്ടിക്കാലം പോലെ അറിയാം, ഈ നടന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു, മോന്റെ മൂത്ത സഹോദരി സ്കൂളിൽ വെച്ച് മയങ്ങി വീണ സംഭവം എന്തൊക്കെ എന്നെ റിമൈൻഡ് ചെയ്തു. ഞാൻ കൊണ്ടുപോയി ചായ കൊടുത്തതും ആ സമയത്ത് വട കൊടുത്ത കാര്യമൊക്കെ ഇതൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാലിൽ മുത്തണം എനിക്ക് തോന്നി. ഞാൻ വളരെ നന്ദി പറഞ്ഞു. ദൈവത്തിന്റെ വഴികൾ. അപ്പൊ അത്രമാത്രം പട്ടിണിയും പ്രതികൂലവും
എല്ലാം ഒന്ന് ഓർക്കണം നിങ്ങൾ ആരാണെന്ന്. വളരെ സാമ്പത്തിക ശേഷി, മുടിയൻ പുത്രം പറഞ്ഞ പോലെ എൻ്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാര്, വയല്, ധാരാളം വസ്തുവകള്, വേലക്കാരും ഒക്കെ ഉള്ളതായ മനോഹരമായ സുഖസൗകര്യമുള്ളതായ വീട്ടിലെ ഏക മകൻ. ഫെയ്ത്തോമുകളിൽ പട്ടിണിയോടെ പട്ടിണി, ഉടുതുണിക്കൊരു മറുതുണിയില്ല, ആഹാരം കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല. ആ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വില കൊടുത്ത ഒരു ദൈവദാസന്റെ ഇളയ മകനാണ്, ഒരു ഉപദേശിയുടെ മകനാണ് എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ദൈവത്തിന്റെ വന്നൊരു വാക്തത്വമുണ്ട്, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ സാക്ഷ്യങ്ങളിൽ എല്ലാം പറയുവാൻ നമുക്കറിയാം, ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് സമയമില്ല. ഞാൻ വികാരഭരിതനാവുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ദൈവത്തിൽ കരയുന്നതിന് ഒരു നാണമുള്ള വ്യക്തിയല്ല, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വീട്ടില് എന്റെ കാര്യം പറയട്ടെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾ 5 പേര് ഫെയ്ത്തോമിലാ ജനിച്ചു. ഫെയ്ത്തോം പറഞ്ഞാൽ എന്തുവാ, നിങ്ങൾ ഒരു ചെറിയ ഒരു ഹോള്, ഒരു 15 അടി വീതിയോ 30 അടി നീളമുള്ളതായ ഒരു ചെറിയ ഹോള്, ഓല മേഞ്ഞതാ, മുഴുവനും ഓല മേഞ്ഞത്. അതിനകത്ത് ഫെയ്ത്തോം എന്ന് പറയുന്നത് ഒരു ചായ്പാണ്. ഹോളിന്റെ സൈഡിലോട്ട് ഒരു ചെറിയ ചായ്പ്. 2 പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല, എല്ലാം ഓല മേഞ്ഞതാ. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നത് ഫെയ്ത്തോമിനകത്ത് എന്ന് പറഞ്ഞാൽ ഫെയ്ത്തോമില്ല, ഹോളിനകത്താണ് കിടക്കുന്നത്. ഹോളിനകത്ത് മാതാവുണ്ട്, പിതാവുണ്ട്, 5 കുഞ്ഞുങ്ങളുണ്ട്. ഫെയ്ത്തോമിൽ ഒരു ബെഡ്റൂം ഇല്ലാത്ത ആ ഭവനത്തിൽ നമ്മൾ ഓർക്കണം, ഇന്നത്തെ പാസ്റ്റർമാരും മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ എന്നെ കേൾക്കുന്നവർ നന്നായിട്ടൊന്ന് ഗ്രഹിക്കണം. നല്ല ഭവനങ്ങളും നല്ല പാഷനേജുകളും നല്ല ഫെയ്ത്തോമുകളൊക്കെ ദൈവം തന്ന് അതിൽ മറമറുത്ത് മുറുമുറുത്ത് കംപ്ലൈന്റ് പറഞ്ഞ് ജീവിക്കരുത്. ഇടുങ്ങിയതായി പോയി, ചെറുതായി പോയെന്ന് നിങ്ങൾ പറയരുത്. ഒരു ചെറിയ ഫെയ്ത്തോമിൽ ഓല മേഞ്ഞതിന്റെ ഷെഡിൽ ഒരു എക്സ്റ്റൻഷൻ, ഒരു ചായ്പിൽ വളർന്നു വന്നവരാ ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു പുൽപ്പാ കിട്ടിയാലായി, കിട്ടിയില്ലായി. വീടിനകത്ത് ധാരാളം ഗസ്റ്റ്, ഒരു പാസ്റ്ററുടെ മകൻ എന്ന നിലയിൽ ആ കാലത്ത് ധാരാളം അതിഥികൾ, പാസ്റ്റർമാർ വരുന്ന കാലത്ത് ആരും രാത്രി ചവിട്ടാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഇല്ലാത്ത കാലം, കറണ്ടില്ല, ഓർത്തോണം, കറണ്ട് ഇല്ലാത്തൊരു കാലം, ആകെ ഉള്ള ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു വെളിച്ചമാണ്, ഒരു ചെറിയ വിളക്ക്, അല്ലെങ്കിൽ ഒരു റാന്തൽ ഉണ്ടെങ്കിൽ ഒരു ലക്ഷറിയാ. ഒരു റാന്തൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലക്ഷറി ആ കാലത്ത്. ഒരു മണ്ണെണ്ണ വിളക്ക്, അതിൽ പലപ്പോഴും മണ്ണെണ്ണ ഇല്ല, വാങ്ങിക്കാൻ പൈസ ഇല്ല, മെഴുകുതിരിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ രാത്രിയിൽ ഗസ്റ്റ് വന്നാൽ അവർ ചവിട്ടാതിരിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ്റെ ഒക്കെ പലപ്പോഴും കിടക്കെന്ന് പറയുന്നത് ആ കട്ടിലിന്റെ അടിയിലാണ്. കട്ടിലിന്റെ അടിയിൽ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്, ആരെല്ലാം കിടന്നുറങ്ങുന്ന ആ ഒരു കട്ടിൽ അതിഥിക്ക് കൊടുത്ത് തന്നെ കട്ടിലിന്റെ അടിയിൽ പുൽപ്പാ വിരിച്ച് കിടന്നാൽ ചവിട്ട് കൊള്ളത്തില്ല. ഈ പുല്ലൂർ താമസിക്കുന്ന കാലത്ത് രസകരമായ ഒരു കാര്യം പറയാം. പുല്ലൂർ താമസിക്കുന്ന കാലത്ത് ഓലമേഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓലമേഞ്ഞ ഒരു ഫെയ്ത്തോമാണ്. രാത്രി യോഗങ്ങൾക്ക് ഈ ചെള്ള് നിങ്ങൾക്കറിയാം, ഈ കരിഞ്ചെള്ള്, ഈ റബ്ബർ തോട്ടത്തിലെ ഈ കരിഞ്ചെള്ള് നിങ്ങൾക്കറിയാം, അങ്ങനെ ശല്യം ഇന്നുമുണ്ട്. അതിങ്ങനെ ആ ഫെയ്ത്തോമിന്റെ മേളില് വലിയ തേനീച്ചക്കൂട് പോലെ ഇങ്ങനെ ഇരിക്കുക. അത് എടുക്കാനോ തൂക്കാനോ കളയാനോ പറ്റില്ല, കാരണം ഇത് ഓലമേഞ്ഞ വീടായുണ്ട്. അതിനകത്ത് ഇങ്ങനെ പുറ്റി പിടിച്ചിരിക്കുക. യോഗത്തിന്റെ സമയത്ത് 2 വിളക്ക് വെച്ച് വെക്കുമ്പോൾ ഇത് മുഴുവനും വന്ന് പാസ്റ്ററേയും വിശ്വാസികളെയും പൊതിയും. വെള്ള മാത്രം കൊടുക്കുന്ന കാലമാണ്. ആ വെള്ളക്കകത്ത് ഈ ചെള്ളിരിക്കുന്ന കണ്ടാ നിന്ന് ചിന്തിച്ചു നോക്കി എന്തുവാന്ന്. അപ്പൊ ഞാൻ കൊച്ചു കുഞ്ഞാണ്. ഞാൻ 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്, അങ്ങനെ 7 വർഷം ആ പുല്ലു പാർത്തത്. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞാണ്. എന്റെ ഒരു ജോലി നിങ്ങളൊക്കെ പറയാം, രസകരമായ ഒരു ജോലി പറയാം. യോഗം നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും യോഗം നടക്കുന്ന സമയത്ത് നടുക്ക് 2 തീക്കുണ്ട ഉണ്ടാക്കും. അപ്പച്ചൻ നേരത്തെ, അല്ലെങ്കിൽ എന്റെ സൗകര്യമാർ ആലമ്പച്ചുമാരിലും 2 തീക്കുണ്ട, ലൈവ് ഫയർ ക്യാമ്പ് ഫയർ. അമേരിക്കയിലെ ക്യാമ്പ് ഫയർ എന്നൊക്കെ ഇന്ന് പറയുന്ന പോലെ അന്ന് ഞങ്ങളുടെ യോഗം ഫെയ്ത്തോമിലൊക്കെ ക്യാമ്പ് ഫയർ ആയിരുന്നു. തീ അവിടെ ഉണ്ടായിരുന്നു, ജനങ്ങളിലും ഉണ്ടായിരുന്നു തീ, ആത്മാവിന്റെ അഭിഷേകം, ശക്തി. ഈ തീ ഇങ്ങനെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ തീക്കകത്ത് ഇത് വീഴണം. അല്ല, പുറത്തെ വെള്ളം വീണാൽ അതിനെ തൂത്തു കൂട്ടിയിട്ട് കൈകൊണ്ട് വാരി ഈ തീക്കത്തിടുന്നായിരുന്നു കൊച്ചു ബാലകനായ എന്റെ ജോലി. എന്നാൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്തുവാന്ന്. 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സുള്ളതായ ഞാന് എന്റെ ജോലി എന്ന് പറയുന്നത് തൂത്തുവാരി ചെള്ളിനകത്ത് തീയിലിടുന്നതായ. ഫെയ്ത്തോമിൽ 2 ചെള്ള് വന്നുകൊണ്ട് കംപ്ലൈന്റ് ഉള്ളതായ വിശ്വാസികളാരും കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. ചെള്ള് ഇത് തേനീച്ച പോലെ വാരിയിടുന്നൊരു ജോലിയായിരുന്നു എനിക്ക്. എന്റെ 10ാം ക്ലാസ് ഞാൻ പാസ്സായത് 5 സ്കൂളിൽ നിന്നാണ്. 5 സ്കൂളിൽ
ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. സ്കൂളിൽ നിന്ന് വഴക്കുണ്ടാക്കിയത് പറഞ്ഞു വിട്ടതല്ല. മിഡിൽ സ്കൂള്, പ്രൈമറി സ്കൂള്, മിഡിൽ സ്കൂള്, ഹൈസ്കൂള്, സ്ഥലം മാറ്റം, ഇങ്ങനെ മാറി 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 1 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് 5 സ്കൂളിലാണ്. എന്തുമാത്രം വില മാതാപിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി കൊടുത്ത ആ കാലഘട്ടത്തിൽ. വിശ്വാസികളില്ലാത്ത കാലത്ത്, ഫെയ്ത്തോമില്ലാത്ത കാലത്ത്, വാടക വീട്ടിലും മറ്റും പാർത്ത് ഉള്ളതിൽ കംപ്ലൈന്റ് പറയാതെ ഇടുങ്ങിയും ഞെരുങ്ങിയും ദൈവത്തെ സേവിച്ച അവർ തലമുറയ്ക്ക് ഒരു ദോഷവും വരുത്തത്തില്ലെന്നുള്ള കാര്യം ഇന്നോ ഇനി ഭാവിയിൽ ഇത് കേൾക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരോ നന്നായി ഗ്രഹിക്കണം. കാരണം ദൈവത്തിന്റെ വാക്തത്വമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ വാക്യം, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. നീതിമാന സന്തതി അപ്പ വരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദാവീദ് പറയുക, ഞാൻ അനേക കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം കണ്ടിട്ടില്ല, നീതിമാന സന്തതി അപ്പ വരക്കുന്നത് കണ്ടിട്ടില്ല. ദൈവം അനുഗ്രഹിച്ചു. എന്റെ പിതാവ് ലോകപ്രസിഡന്റായി, നിങ്ങൾക്കറിയാം, ചുരുക്കി പറയാമല്ലോ. കേരള സ്റ്റേറ്റിന്റെ IPCയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. IPCയുടെ ജനറൽ പ്രസിഡന്റായിട്ട്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് സംശയമുണ്ട്, ആക്ടിംഗ് പ്രസിഡന്റായിട്ട് താൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആന്ധ്രയിലെ PM ശ്യാമുലപ്പറ്റൻ പ്രസിഡന്റ് ആയിരുന്നു. ചാർജെടുത്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ താൻ നിത്യയിൽ പ്രവേശിച്ചപ്പോൾ എന്റെ പിതാവ് 2 വർഷം IPCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ജനറൽ പ്രസിഡന്റായിട്ടും 2 വർഷം, കേരളത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് പല ടേമുകള്, വൈസ് പ്രസിഡന്റായിട്ട്, അങ്ങനെ വിവിധ തസ്തികകളിൽ കൊട്ടാരക്കര അടൂർ 2 സെന്ററിന്റെ ചുമതല, അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രാസിംഗ്യൻ, കുമ്പനാട്ട് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതിന് 45 വർഷം പഠിപ്പിച്ചതിന്റെ ഫലമായിട്ട് IPCയിലെ ആ കാലഘട്ടത്തിലെ മുഴുവൻ വേലക്കാരും തന്റെ ശിഷ്യന്മാരാണ്, ശിഷ്യഗണങ്ങളായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തോളമായപ്പോൾ വിദേശ രാജ്യത്ത് പോകാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അമേരിക്കയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, കാനഡയിൽ പോയിട്ടുണ്ട്. ഈ ഫെയ്ത്തോമിലൊക്കെ ജനിച്ചു വളർന്നതായ ഞങ്ങൾക്ക് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും പങ്കിടുവാൻ നമുക്ക് സമയമില്ല. ഈ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് ഒരു പറയട്ടെ, ഈ ഫെയ്ത്തോമിൽ 45 വർഷത്തോളം പാർക്കുന്ന കാലത്ത് ഒരിക്കലും ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവരാറില്ല ഒരിക്കലും. അതൊരു മർമ്മമാണ്, പറഞ്ഞുതരാൻ എന്താണ്. ഞങ്ങളുടെ സ്വന്തം ഭവനം എന്ന് പറയുന്നത് എന്റെ പിതാവിന്റെ ഭവനം, വേമൂരുള്ള ഭവനത്തിൽ ഞങ്ങളുടെ ഫെയ്ത്തോമിൽ നിന്ന് ഞങ്ങളെ സാധാരണയായി കൊണ്ടുവരില്ല. ഒരിക്കലും കൊണ്ടുവരുന്നതല്ല, വർഷത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ രാവിലെ കൊണ്ടുവന്നാൽ വൈകിട്ട് തന്നെ അവിടുന്ന് കൊണ്ടുപോകും. അവിടെ കിടക്കുന്ന ഒരു പതിവില്ല അങ്ങനെ ഒരിക്കലും. ഞാനിത് പിന്നീട് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് കാരണമെന്ന്. കാരണം ഇത്രമാത്രം സൗകര്യമുള്ളതായ, ഇത്രമാത്രം ഫെസിലിറ്റിയും സൗകര്യങ്ങളും ഉള്ളതായ, ചുറ്റുപാടുള്ളതായ ഈ ഭവനം വിട്ടിട്ട് എന്റെ പിതാവ് കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ ഫെയ്ത്തോമിൽ പോയത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊരു കംപ്ലൈന്റോ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോ പിതാവിനോടൊരു വൈരാഗ്യമോ ഒരു ചോദ്യമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഞങ്ങളെ ഭവനത്തിൽ കൊണ്ടുവിടെ നിർത്താഞ്ഞത്. ഫെയ്ത്തോമിൽ ജനിച്ചു വളർന്നു, ഫെയ്ത്തോമിൽ വളർന്നു, ഫെയ്ത്തോമിൽ ഞങ്ങൾ പഠിച്ചു. അവിടെയുള്ള സാധുക്കളായ ദൈവമക്കൾ അവരുടെ ഇല്ലായ്മയിലും പട്ടിണിയിലും ഞെരുക്കത്തിലും ദൈവദാസന്മാരെ ടേക്ക് കെയർ ചെയ്തു. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കഥ പറയാം. ഫെയ്ത്തോമുകളിൽ ജനിച്ചു വളർന്നതായ ഞാൻ വലിയ സ്റ്റേജുകളിലും മറ്റും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം പങ്കിടാം. ഐ എം പ്രൗഡ് ടു സേ ഐ എം എ പ്രൊഡക്റ്റ് ഓഫ് എ പിടിയേരി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ഈ കാലഘട്ടത്തിലെ പിള്ളേർക്ക് അറിയാൻ വയ്യ, എന്തോ ഒന്നും അറിയാൻ വയ്യ. പിടിയേരി എന്ന് പറഞ്ഞാൽ എന്തുവാന്ന്, പിടിയേരി. ഫെയ്ത്തോമുകളിൽ വിശ്വാസികൾ 10 ഫാമിലി അല്ലെങ്കിൽ 20 ഫാമിലി ഉണ്ടെങ്കിൽ ആ 20 ഫാമിലിയിലെ അമ്മച്ചിമാർ അവർ തന്നെ പട്ടിണി ആചരിക്കുവാ. അവര് രാവിലെയോ ഉച്ചയ്ക്കോ കഞ്ഞി വെക്കാൻ, ആഹാരം വെക്കാൻ വേണ്ടി അരി ഇടുന്ന സമയത്ത് അവരുടെ അരിപ്പാത്രത്തിൽ നിന്ന് ഒരു കൈ നുള്ള് അരിയെടുത്ത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെക്കുന്ന അരി ഞായറാഴ്ച രാവിലെ ഒരു തന്നെ ഒരു പേപ്പറിലോ എന്തെങ്കിലും പൊതിഞ്ഞുകൊണ്ട് ഫെയ്ത്തോമിൽ പാസ്റ്റർക്ക്, ദേവദാസന് ഉപദേശിച്ചു കൊടുക്കാൻ കൊണ്ടുവരും. പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ 15 വിടണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ 20 വിടണമെന്ന് വിചാരിച്ചോ? ഈ 20 ഭവനത്തിലെ അരിയെല്ലാം ഒന്നല്ല, ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരികളല്ല. ചിലത് മഞ്ഞ, ചിലത് പച്ച, ചിലത് കറുത്തത്, ചിലത് പിങ്ക് കളറുള്ളത്, ചിലത് യെല്ലോ കളറ്, ചിലത് വെളുത്തത്, ചിലത് നീളം കുറഞ്ഞത്, ചിലത് നീളം കൂടിയത്, പല ടൈപ്പിലുള്ള അരികളാണ്. ഇത് ഓരോരുത്തരും കൊണ്ടുവന്നാൽ 15 വീട്ടിലെ അരി 15 ടൈപ്പാന്ന് വിചാരിച്ചിടാൻ 15 പാത്രം ഉണ്ടോ എൻ്റെ അമ്മയുടെ ഇത്? ഒരിക്കലും ഇല്ല. അവിടെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ, കലമുണ്ടെങ്കിൽ എല്ലാം വാങ്ങിച്ച് അങ്ങോട്ടായിടുന്നത് എല്ലാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് കളറിന്റെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പിണങ്ങും ചെയ്ത് കുറച്ച് ഞാൻ കറുപ്പെന്ന് വിചാരിച്ച കറുത്ത അരി എന്ന് പറഞ്ഞ ഓരോ വാക്കെ പിടിക്കുന്നത് തന്നെ. അപ്പോ പല കളറിലുള്ളതായ മഞ്ഞയോ പിങ്കോ അല്ലെങ്കിൽ വേറെ ബ്രൗൺ കളറുള്ളതോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിടും.
ഇത് എന്നിട്ട് അമ്മ കഞ്ഞി വെക്കാൻ നേരം ആഹാരം ഞങ്ങൾക്ക് തരാൻ വേണ്ടി അരി അടുപ്പിടുന്ന സമയത്ത് ഈ അരി എല്ലാം കൂടെ ഒരുമിച്ച് കഴുകി അടുപ്പിലിടും. ഇതിനകത്ത് 10 മിനിറ്റ് കഴിയുന്ന വെന്ത് പൾപ്പാവുന്ന അരിയുണ്ട്, അരമണിക്കൂർ കഴിയുന്ന വേവുന്ന അരികളുണ്ട്, 3/4 മണിക്കൂർ ആകുമ്പോഴത്തേന് കറക്റ്റ് വേവുന്നാവുന്നുണ്ട്, 1 മണിക്കൂർ ആയാലും വേവാത്തതുമുണ്ട്. ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ വളർത്തി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഇത്ര സുന്ദരനായിട്ട്, ഇത്ര ആരോഗ്യമുള്ളവനായിട്ട്, ഇത്ര വലിയ ബലമുള്ളവനായിട്ടൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പിടിയരുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ഉപദേശമാരുടെ മക്കളെ ഒന്നും ഇതുപോലെ ഇത്ര എനർജി ആയിട്ട് പാഷനോടെ ഇത്ര എരിവോടെ ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ പിടിയിൽ ചുവ തിന്നില്ലെന്നർത്ഥം. പിടിയിൽ തിന്നവരെ കണ്ടറിയാം. യഥാർത്ഥത്തിൽ പിടിയിൽ തിന്നവരെ അവർക്ക് നന്ദി കാണും, ദൈവത്തോട് നന്ദി കാണും, തന്ന മനുഷ്യരോടും നന്ദി കാണും. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഒരു പിടിയുടെ പ്രൊഡക്റ്റാ ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അന്ന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാതെ, അവരുടെ കുഞ്ഞുങ്ങളെ ചേക്കേറിയാതെ, ഇത് പാർശ്വക്കാണ്, ഇത് ഉപദേശിക്കാണ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് മുട്ട, അവരുടെ വീട്ടിലൊന്നും മുട്ട കൊടുക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക്. ഫെയ്ത്തോമിൽ പാർശ്വക്ക് കൊടുക്കും, അവിടെ കൊണ്ട് കൊടുക്കും മുട്ട, 2 മുട്ട. ഇവരെ മുട്ട വിറ്റക്കിയ അവരുടെ മീൻ വായിക്കുന്നു, ആഹാരമാക്കുന്നു ആ കാലത്തൊക്കെ നമുക്കറിയാം. അപ്പോൾ ആർക്കും കൊടുത്തില്ലെങ്കിലും ഇതിൽ 2 മുട്ട ഫെയ്ത്തോമിൽ കൊണ്ട് കൊടുക്കും. അപ്പോ ഞാൻ പറഞ്ഞതിന് അർത്ഥം ഇതേ ഉള്ളൂ, ഇല്ലായ്മയിലും ഞെരുക്കത്തിലും പട്ടിണിയിലും വിശ്വാസികൾ തന്നതായ പിടിയരിയും മുട്ടയൊക്കെ തിന്ന് വളർന്ന ആ ഒരു ഉപദേശിയുടെ മോൻ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതാ. അതൊരിക്കലും മറക്കാൻ പാടില്ല. ഒരൊറ്റ ഉപദേശമാരുടെ മക്കളും ഒരിക്കലും ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവമക്കളെ നമ്മളെ സഹായിച്ചതും ഒരിക്കലും മറന്ന് നമ്മൾ ജീവിക്കരുത്. മറന്ന് എണ്ണ തേക്കരുത്. നാട്ടിൽ പറച്ചിലുണ്ട്, ഡോണ്ട് ലീവ് അൺഫോർഗറ്റബിളി, അൺതാങ്ക്ഫുള്ളി, ഡോണ്ട് ലീവ്. അവരാണ് ഏറ്റവും നന്ദി ഉണ്ടായിരിക്കേണ്ടത്. ഒരു കാര്യം പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തേക്ക് പോകാം. 45 ദീർഘവർഷങ്ങൾ ഫെയ്ത്തോമുകളിൽ പാർത്തു. ആ 3 ഈ ഫെയ്ത്തോമുകളിൽ നേരത്തെ പറഞ്ഞ തട്ട, കല്ലിശ്ശേരി, തൃക്കണ്ണങ്ങൾ 2 പ്രാവശ്യം, അടൂർ 2 പ്രാവശ്യം, പുനലൂര്, വേമൂര്, അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ അതിനിടയ്ക്ക് വെച്ച്, അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, ഒരു 10-20 വർഷം എൻ്റെ പിതാവ് കർത്താവിന് വേണ്ടി സമർപ്പിച്ചിറങ്ങിയ ശേഷം ഒരു 10-20 വർഷം കഴിഞ്ഞ് എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ വന്നു. ഒരു നല്ല ഉപദേശിയായിട്ട് മാറി എൻ്റെ ഗ്രാൻഡ് ഫാദർ. എന്നാൽ തൻ്റെ ഏക മകനാണല്ലോ താൻ ഇവിടുന്ന് പോയത്, അപ്പനും അമ്മയും വിട്ടിട്ട് പോയ പോലെ പോയതല്ലയോ. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ആഗ്രഹമായിരുന്നു, എൻ്റെ ഏക മകനല്ലയോ മടങ്ങി വന്ന് അന്ത്യകാലത്തുകളിൽ 2 വർഷം ശുശ്രൂഷിക്കണമെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ പിതാവിനോട് പറഞ്ഞപ്പോൾ താന് അതിനെ ഇംഗിതപ്പെട്ടു, അതിനെ വഴിപ്പെട്ട് അങ്ങനാണ് ഞങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത്, വേമൂരേക്ക് മടങ്ങി വരുന്നത്. ആ ചരിത്രം, അതായത് ദൈവമക്കൾ ഓർത്തോളം ഞങ്ങൾ ജനിച്ചതും വളർന്നതുമെല്ലാം അടൂര്, തൃക്കണ്ണമംഗല്, കൊട്ടാരക്കര, കല്ലിശ്ശേരി, പുനലൂര് എന്നിത്യാദി സ്ഥലങ്ങളാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നതുമെല്ലാം. എനിക്ക് ഹൈസ്കൂള് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അപ്പന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നത്. എൻ്റെ ആ പിതാവ് ശുശ്രൂഷകളിൽ വളരെ ബിസി ആയിരുന്നെങ്കിലും 2 വർഷം 45 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പിതാവിനോട് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ 2 വർഷം താമസിച്ചു, ശുശ്രൂഷിച്ചു. എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ കർത്തൃസഭയിൽ വിശ്രമിച്ചു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവും കർത്തൃസഭയിലേക്ക് ചേർക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പിതാവും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 50 വർഷം കർത്താവിനെ സേവിച്ചു. 50 years, ഹാഫ് സെഞ്ചുറി കർത്താവിനെ സേവിച്ച നല്ല ഒരു ദൈവദാസനായിരുന്നു എൻ്റെ പിതാവ്. എവിടെല്ലാം പാർത്തോ അവിടെല്ലാം നല്ല സാക്ഷ്യം പുലർത്തി. നല്ല അഭിമാനമായിട്ട് എല്ലാവർക്കും നല്ല അറിയപ്പെടുന്ന കൺവെൻഷൻ പ്രാസംഗികൻ, സഭയുടെ ലീഡർഷിപ്പിൽ ഇന്നത്തെ പോലെ പൊളിറ്റിക്സ് ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ ദാസൻ വലിയൊരു ദാസൻ ഉണ്ണൂർ സാറിന്റെ ഒരു അരിമ ശിഷ്യ എന്ന നിലയിൽ സഭാ പരിപാലന വിഷയങ്ങളിൽ ബൈബിൾ കോളേജ് പഠിക്കുക മാത്രമല്ല ഭരണകാര്യങ്ങളിലും തന്നെ ട്രെയിൻ ചെയ്ത് വളർത്തി അങ്ങനെ പ്രസ്ഥാനത്തിന്റെ ലീഡറായി ആ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് കർത്താവിന്റെ സെല്ലിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ടത്. ഇതിനിടയിൽ വെച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും വിവാഹങ്ങൾ, എൻ്റെ വിവാഹം ഓർത്തോണം, ഞാൻ ആ വീട്ടിൽ ഏറ്റവും ഇളയത്. എൻ്റെ മൂത്ത സഹോദരി താന്നിക്കലിന്റെ വിവാഹം നടക്കുന്നത്, ഓദറ ഡോക്ടർ ജോൺ താന്നിക്കലിന്റെ വിവാഹം നടക്കുന്നത് കല്ലിശ്ശേരിയിൽ വെച്ചാണ്. എൻ്റെ സഹോദരി രണ്ടാമത്തെ സഹോദരിയുടെ വിവാഹം നടന്നത് റാന്നിയിൽ നെല്ലിക്കമൺ സഭയിലാണ്, ഐന്തിയിൽ ഫാമിലിയിൽ. അത് പുല്ലൂർ പാർക്കുമ്പോഴാണ്.
ആ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മൂന്നാമത്തെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങൾ പലർക്കും അറിയാവുന്ന എഴുത്തുകാരനും അറിയപ്പെടുന്ന ദൈവദാസനാണ് ബാംഗ്ലൂരിലായ ജോൺ മാത്യു അവരുകൾ. എൻ്റെ മൂത്ത സഹോദരന് വിവാഹം കഴിഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ആഗ്രഹമായിരുന്നു താൻ മരിക്കുന്നതിന് മുന്നമേ ഏറ്റവും ഇളയ മകനായ എൻ്റെ വിവാഹം കൂടെ കാണണമെന്ന്. ആ നല്ല ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. നിങ്ങളുടെ അറിവിന് വേണ്ടിക്ക് പറയാം, എൻ്റെ വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. 2 മാസം. അങ്ങനെ ഇതാ എൻ്റെ വൈഫ് കണ്ടി അടുത്തിരിക്കുന്ന ഇതാണ് ദാസി. ദൈവം തന്ന തുണ. കഴിഞ്ഞ 37 വർഷമായി ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് 1983 ഡിസംബർ 22 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 84 ഫെബ്രുവരി 26 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പിതാവ് മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം എൻ്റെ വൈഫും എന്നെ വിട്ട് അമേരിക്ക പോയി. അന്നായിരുന്നു വിസയും ടിക്കറ്റും എല്ലാം അങ്ങനെ ക്രമിച്ചതെല്ലാം ദൈവം നന്നായി ചെയ്തു. എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുന്നമേ എൻ്റെ വൈഫ് പോയില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പിതാവുമായിട്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. ഒരുമിച്ച് പല ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ വൈഫിന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം കർത്താവിന് വേണ്ടി വില കൊടുത്ത് സമുദായത്തിൽ നിന്ന് തനിയിറങ്ങിയ ഒരു പെൺകുട്ടിയാണല്ലോ എൻ്റെ മകളുടെ ഭാര്യയായിട്ട് കിട്ടിയെന്നുള്ളത് വളരെ സന്തോഷവും വളരെ ആനന്ദവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷിച്ച് 2 മാസം എൻ്റെ പിതാവുമായിട്ട് സഞ്ചരിപ്പാനും ശുശ്രൂഷിപ്പാനും എല്ലാം കർത്താവ് ഇടയാക്കി. കർത്താവ് വിളിച്ചപ്പോൾ തന്നെ സെല്ലിലേക്ക് എൻ്റെ പ്രിയ പിതാവ് പോയി. 50 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫും അമേരിക്കയിൽ പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും അമേരിക്കയിൽ പോയി. കഴിഞ്ഞ 36 വർഷമായി അമേരിക്കയിൽ പാർത്ത് കർത്താവ് തന്ന ശുശ്രൂഷ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാൻ പോയ കാര്യം പറഞ്ഞതെല്ലാം പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. കർത്താവ് എന്നെ വിളിച്ചു. എനിക്ക് ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒക്കെ ഉണ്ട്. ഹൈസ്കൂളൊക്കെ പാസ്സായി കോളേജ് പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയത്തിലായിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടുകാർ എതിർത്തു, നാട്ടുകാർ എതിർത്തു. ആർക്കും ഒതുക്കാൻ വയ്യാത്ത ഒരു വ്യക്തിയായിട്ട് തീർന്നു. അപ്പൊ ഞാൻ ഇപ്പം ഈ 10-65 വയസ്സുള്ളപ്പോ ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 19-ാമത്തെ വയസ്സിൽ എന്തുവാന്ന് ചിന്തിച്ചു നോക്കുക. ജസ്റ്റ് ഇമാജിൻ എന്റെ അവസ്ഥ എന്തുവാ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ 65-ാമത്തെ വയസ്സിൽ ഇത്രയും ആവേശം ഉണ്ടെങ്കിൽ 18-19 വയസ്സിൽ കോളേജിൽ പഠിക്കുന്ന കാലത്തും ചിന്തിച്ചു നോക്കുക എന്തുവാന്ന്. അന്ന് കേരള കോൺഗ്രസിന്റെ സംഘടനയായിരിക്കുന്നതായ KSCയിൽ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് ആയി. സകല പ്രശ്നങ്ങളായി. ഉദ്ദേശിയുടെ മോനെ പ്രശ്നങ്ങളായി. ചിന്തിക്കാവുന്നേ ഉള്ളൂ. ആ കാലത്ത് രാഷ്ട്രീയത്തിൽ പോകുന്ന പറയും 46 വർഷം മുമ്പ് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി തീരുമാനിച്ചാൽ എന്ത് വില കൊടുത്തും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അന്നും ഇന്നും. അതാ ഈ ശുശ്രൂഷയുടെ ഒക്കെ വിജയത്തിന്റെ ഒരു രഹസ്യം അതാ. അപ്പൊ ഞാൻ പലപ്പോഴും ഇവിടെ ബൈബിൾ കോളേജിലെ പിള്ളേരുടെയും പറയും, പലരുടെ ശുശ്രൂഷന്മാരുടെ സമ്മേളനത്തിലും പറയും, ചുമ്മാ മുഞ്ഞാ നമ്മളുടെ താങ്ങി തൂങ്ങി അടക്കാതെ കർത്താവിന് വിലയുന്നതിന് മുമ്പ് ഒരു 2 വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് വേണം ശുശ്രൂഷയ്ക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു വീര്യമുള്ളൂ. ശൗലിനെ നോക്കിയ ശൗലിനെ, വിശ്വാസികളെ സഭയെ അടിക്കാനും മുടിക്കാനും കൊല്ലാനും പോയ ശൗല് ദൈവവചനാണ്, ദൈവദാസനാണ്. ശൗല് ആരായി തീർന്നു? നിങ്ങൾ കാണുന്നതായ ആവേശം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ കമ്മിറ്റ്മെന്റ്, ആ ഡെഡിക്കേഷൻ, ആ പാഷന്, ആ ഉണർവൊക്കെ നിങ്ങൾ കാണുന്നെങ്കിൽ ഓർത്തോണം, അതിനു മുമ്പ് ഒരു ബ്രാക്കറ്റ് പീരീഡ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ നിന്നാണ് ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു കയറിച്ചല്ല. ചുമ്മാ ഒരു പാർഷയുടെ ഉദ്ദേശിയുടെ മോനായിട്ട് ജനിച്ചു വളർന്നു എന്നാ മയൽക്കുളയിൽ പഠിച്ചേക്കാൻ പാകുമ്പോൾ അങ്ങനെ പോയ വ്യക്തിയല്ല ഞാൻ. വിളി കേട്ടിറങ്ങിയവനാ. എനിക്കിത് ഇഷ്ടമുള്ള ശുശ്രൂഷയല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉപദേശിയുടെ മകൻ അന്ന് കളിയാക്കുന്നതിന്റെ പദം ഉപദേശി എന്ന് പറയത്തില്ല, ഊദേശി വിളിക്കുന്നത്. ഊദേശി എന്നേ വിളിക്കത്തുള്ളൂ. ഇയ്യോബിന്റെ പുസ്തകത്തിലുള്ള വാക്യമുണ്ട്, എന്ത് ഭയപ്പെട്ടു അത് തന്നെ സംഭവിച്ചെന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരൊറ്റ പെന്തിക്കോസ്തലില്ലാത്ത കാലത്ത്, പേര് പറയാം, വടക്കെടുത്താൽ പാർക്കുന്ന കാലത്ത്, ഞാൻ അവിടെ ഒരു സ്കൂളുണ്ട്, പരുത്തിപ്പാറ, പറക്കോടിനടുത്ത് പരുത്തിപ്പാറ എന്ന് പറഞ്ഞ NSS ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് 1200ഓളം കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഒരൊറ്റ ഉള്ളു പെന്തിക്കോസുകാരൻ. പക്ഷെ നേഴ്സിങ്ങിന് പോയ ഒരു പെൺകുട്ടി പറഞ്ഞ്, ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന ആന്ധ്രയിൽ എൻ്റെ ഹോസ്റ്റലിൽ ഞാൻ മാത്രമേ ഉള്ളൂ പെന്തിക്കോസുകാരി. കൃപയാൽ ഞാൻ പെന്തിക്കോസുകാരെന്ന് ആർക്കും അറിയത്തില്ലെന്ന്. എനിക്കറിയാൻ എന്തോ സാക്ഷ്യമാണ്. കൃപയാൽ ഞാൻ പെന്തിക്കോസുകാരെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനല്ല എൻ്റെ കാര്യം. 1200 പേർക്കും ടീച്ചേഴ്സിനും അറിയാം ഞാൻ പെന്തിക്കോസിന് ഉപദേശിയുടെ മോനാണ്. ഇതുപോലൊരു നാണക്കേട്. എന്ത് ഭയപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ദൂരെ പിള്ളേർ കൂട്ടം കൂടി ഇരിക്കുക. ഞാനിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ കളിയാക്കും, ഉപദേശിച്ച് വിളിക്കും, പാട്ട് പാടും. പെന്തിക്കോസിനെ കളിയാക്കുന്ന ഒരു പാട്ടുണ്ട്, അതിപ്പോ പാടുമെന്ന് ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ
അവര് ഉദ്ദേശി ഒരു പാട്ട് പാടാം നമുക്ക്. പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം, തമ്പേർ തല്ലി കീറണം, ചക്കമുള്ള വീട്ടിലും യോഗം വെക്കണം, കൊത്തനായാലും ഞങ്ങൾ തിന്നോളാം. ആ കാലത്തെ പിള്ളേരെ പെന്തിക്കോസിലെ ഉപദേശിമാരെയും വിശ്വാസികളെയും കളിയാക്കുന്ന ഒരു പാട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അത് കേട്ടേനെ കണക്കില്ല. ഞാനെന്ന് വിചാരിച്ച് വളർന്നു വരുന്ന തന്നെ ഈ പെന്തിക്കോസോ ഈ ഉപദേശിയോ ഈ മാർഗമൊന്നും എനിക്ക് വേണ്ട. ഐ വിൽ നെവർ വാണ്ട് ടു ബി. എനിക്കൊരു ഉപദേശിയുടെ മോനും ആവണ്ട, എനിക്ക് ഉപദേശിയോ ആവണ്ട. ഞാൻ വളർന്നു വരട്ടെ, എന്റെ സ്വന്തം കാലം നിൽക്കുമ്പോൾ ഞാൻ തോന്നി പോലെ ജീവിക്കും എന്ന് ഞാൻ ചിന്തിച്ചെങ്കിൽ നോക്കിക്ക്, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിന്റെ കൃപ ഒരു വ്യക്തിയെ, ദൈവത്തിന്റെ നോട്ടം ഒരു വ്യക്തിമേൽ ഉണ്ടെങ്കിൽ എവിടെ പോയാലും അവനെ ദൈവം മടക്കി കൊണ്ടുവരും. അതല്ലയോ നല്ല ഉദാഹരണം മോശയുടെ ജീവിതം എന്ന് പറയുന്നത്. മോശയെ എവിടുന്നാ ദൈവം കൊണ്ടുവന്നത് എന്ന് പറയുന്ന പോലെ പൗലൂസിനെ എവിടുന്നാ ദൈവം കൊണ്ടുവന്നത്, വിളിച്ചത്. ദൈവം വിളിച്ചു, ദൈവനും പഠിച്ചു, ബാംഗ്ലൂരിൽ പഠിച്ചു, ഗ്രാജുവേറ്റ് ചെയ്തു, കർത്താവിന്റെ വേലയിലായുവാൻ, മല്ലപ്പള്ളി ബൽക്കോളിൽ പല വർഷങ്ങൾ പഠിപ്പിക്കുവാൻ. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ വിവാഹം നടക്കുന്നതൊക്കെ. അമേരിക്കയിൽ പോകാൻ കർത്താവ് ഇടയാക്കി. 36 വർഷം അമേരിക്കയിൽ പാർക്കുന്നു. 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളെവരും അറിയപ്പെടുന്ന പോലെ ഇന്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രി സ്ഥാപിപ്പാൻ കർത്താവ് ഇടയാക്കി. അതിന് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1993 ഫെബ്രുവരി മാസം 13 ന്യൂ ലൈഫ് ബൈബിൾ സെന്റർ എന്ന ആ പേരിൽ അറിയപ്പെടുന്ന അന്നത്തെ ഹൈസ്കൂൾ ഇന്നറിയപ്പെടുന്ന ന്യൂ ലൈഫ് സെമിനാരി അന്ന് രൂപം കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കി. അതെല്ലാം ദർശനം ഭയങ്കര സംഭവങ്ങൾ. അതൊക്കെ കർത്താവ് ചോദിച്ചാൽ വേറെ സന്ദർഭത്തിൽ പറയാം. അമേരിക്കയിലെ ലൈഫും അമേരിക്കയിലെ ചരിത്രങ്ങളൊക്കെ ഒരു ഡിക്റ്റേറ്റീവ് നോവല് പോലെ ഞങ്ങളുടെ ജീവിതം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഉപദേശിയുടെ മോനാന്ന്, പിടിയിൽ നിന്ന് വളർന്ന ആളാന്നോ, അത് പറയാൻ മടിയില്ലാത്ത ആളാന്നോ, അത് ഓർമ്മയുള്ള ആളാന്നോ നിങ്ങൾക്കറിയാമല്ലോ. ആ രീതിയിൽ തന്നെ അമേരിക്ക ജീവിക്കുന്നു ഇന്നും. തലമുറ എണ്ണ തേച്ചില്ല. എന്താ കാര്യം? അമേരിക്ക പോയി 36-37 വർഷമായി പാർക്കുന്നെങ്കിലും എന്നും എന്റെ ഉള്ളിൽ ഭരിക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്നെ പോലെ ഫെയ്ത്തോമിൽ പട്ടിണി കിടന്ന് കർത്താവിനെ സേവിക്കുന്നതായ അനേക ദൈവമക്കളും ദൈവദാസന്മാരും ഇന്നും ഈ കാലഘട്ടത്തിൽ കേരളത്തിലല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടെന്ന് എനിക്കറിയാം. ദാറ്റ് ഡ്രൈവ് മീ. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, കർത്താവിന് വേണ്ടി ചെലവിടുവാൻ, ആത്മാക്കളെ നേടുവാൻ, സഭകൾ സ്ഥാപിപ്പാൻ, സാമ്പത്തികമായി സഹായിപ്പാൻ എന്നെ ദൈവം മോട്ടിവേറ്റ് ചെയ്ത ഫൈറ്റർ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫെയ്ത്തോമിൽ പട്ടിണി കിടന്ന് ദൈവത്തെ സേവിച്ചതിന്റെ ഫലമായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചെങ്കിൽ, ഞാൻ പട്ടിണി കിടന്നതിന്റെ ഫലമായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ച പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീടും വാങ്ങിച്ച് ബെൻസ് കാറും വാങ്ങിച്ച് ജീവിക്കുന്നതല്ല ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ചെറിയവരിലൊരുത്തരും ചെയ്തതൊക്കെയും എനിക്ക് ചെയ്തിരിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ എന്ത് നേടിയെന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്, ക്ഷണഭംഗരമാണ്. നമ്മൾ സ്വർഗത്തിൽ ഒന്നും കൊണ്ടുപോകത്തില്ല. എല്ലാ പാസ്റ്റർമാരും ഓർക്കണം, അവരുടെ മക്കൾ ഓർക്കണം. പിടിയിരുന്നതായ സകല ഉപദേശമാരുടെ മക്കളും ഈ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ എന്ന് കേട്ടാലും നിങ്ങളുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. പാവപ്പെട്ടവരില്ലായ്മയിലും ഞെരുക്കത്തിലും കൊടുത്തുന്ന പിടിയിരുന്ന് വളർന്നെങ്കിൽ, ദൈവം തന്ന നന്മകളെങ്കിൽ, നമ്മൾക്ക് വേണ്ടി ദൈവം നമ്മളെ വഴി നടത്തിയെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്ന് ഗൾഫിലോ അമേരിക്കയിലോ പോയെങ്കിൽ, അവിടെ പോയി വലിയ വീടും വാങ്ങിച്ച് നല്ല വില കൂടിയ കാറും വാങ്ങിച്ച് ലക്ഷങ്ങൾ ജീവിക്കാൻ വേണ്ടി അല്ലെന്നുള്ള കാര്യം ഒന്നുമല്ല. കുറഞ്ഞ പക്ഷം ഉപദേശമാരും അവരുടെ മക്കളും എങ്കിലും ഓർക്കണം. തുറന്നു പറയുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ജീവിതത്തിൽ കാണിച്ചിട്ടാണ്. അമേരിക്കയിൽ പോയി ആയിരങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ദൈവം കൃപ നൽകി. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബജീവൻ ദൈവം ധന്യമാക്കി തീർത്തു. എൻ്റെ വൈഫിന് ദൈവം ഉന്നതമായൊരു ജോലി അവിടെ നൽകി. തന്റെ വിദ്യാഭ്യാസം അനുസരിച്ചുള്ള അതിനേക്കാൾ ശ്രേഷ്ഠകരമായ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള ജോലിയല്ല. ഒരു ഹോസ്പിറ്റലിൽ ഒരു അസിസ്റ്റന്റ് മാനേജറായിട്ട് 26-27 വർഷങ്ങൾ ജോലി ചെയ്യാൻ ദൈവം കൃപ നൽകി. ഉന്നതമായ ജോലി, ഉന്നതമായ ശമ്പളം എല്ലാം ദൈവം കൊടുത്ത് മാനിച്ചു. എല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിപ്പാൻ കർത്താവ് ഇടിയാക്കി. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറയാം. ദൈവം ഒരു കാലത്ത് അമേരിക്ക തന്നെ ആ കാലത്ത് കിട്ടിയ നന്മകളുടെ 50% കർത്താവിനോട് ചെലവഴിച്ചെങ്കിൽ ഒരാളെങ്കിലും ഉള്ളു. ഞാൻ ജോലി ചെയ്തിട്ടില്ല ഒരിക്കലും അമേരിക്കയിൽ. ഞാൻ ഒരു സഭയുടെ പാസ്റ്റർ അല്ല, ഞാൻ ജോലി ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ 30-31 വർഷമായിട്ട് തുടർമാനം 3, 4, 5, 6 മാസം ഇന്ത്യയിൽ ചെലവഴിക്കുന്ന ആളാണ്. എൻ്റെ വൈഫ് അമേരിക്ക ജോലി ചെയ്തിട്ടുള്ളൂ. ആ ലഭിച്ച ഇൻകത്തിൽ നിന്ന് 50%, പിന്നെ 60 പിന്നെ 70 പിന്നെ 80 90% വരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനോടകം 28 വർഷമായി സ്ഥാപനം നടത്തുന്നു. 2000-ഓളം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ലോകമെമ്പാടും അയക്കുവാൻ നമ്മുടെ ഈ ജീവിതം കൊണ്ട് ദൈവം ഇടയാക്കി. That's a great accomplishment. That's a great
the great joy, the great satisfaction in our life. ഇന്ത്യയുടെ 21 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇപ്പോൾ 120ഓളം കുഞ്ഞുങ്ങളും 10-30 പര സ്റ്റാഫുള്ള ഒരു വലിയൊരു ഇന്ത്യയിലുള്ള ബിഗസ്റ്റ് സെമിനാരിയാക്കി ATA അംഗീകാരമുള്ള ഡിപ്ലോമ, BTH, MD, MDH, മിഷിയോളജി, ചർച്ച് ഹിസ്റ്ററിയിൽ വരെ ഉള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെമിനാരിയാക്കി ദൈവം ഉയർത്തി. ഞാൻ ഡിഗ്രി കൊടുക്കുമ്പോഴൊക്കെ പുകഴുവാനല്ല, ഞാൻ എളിമയോടെ, സാധാരണ ആരും പറയത്തില്ലത്. ഞാൻ പറയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് MD ഡിഗ്രിയും MDH ഡിഗ്രിയും ഞാൻ തരുമ്പോൾ നിങ്ങളുടെ പ്രസിഡന്റിന് വെറും ഒരു BTH ഉള്ളതെന്ന് കാര്യം ഓർത്തോണം. എനിക്കത് പറയാൻ നാണമൊന്നുമില്ല. ഒരു BTH എന്തുവാ ദൈവം എന്നെ ഉപയോഗിച്ചതിന്റെ റീസൺ? എന്റെ പണമല്ല, എന്റെ വിദ്യാഭ്യാസമല്ല. വി മെയ്ഡ് അവൈലബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് ടു ബി യൂസ്ഡ്. ദൈവത്തിന്റെ കാര്യങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന സകല അനുഗ്രഹങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ബലപ്പെടുത്തിയത്. ദൈവത്തിന്റെ ദാസനായ DL മൂഡിയെ മോട്ടിവേറ്റ് ചെയ്താലോ വാചകം നിങ്ങൾക്കറിയാം. The world is not a scene. What God can do in and through a person who is fully surrendered in the hands of God. ദൈവത്തിന്റെ കാര്യങ്ങളെ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് ലോകം കണ്ടിട്ടില്ല എന്നുള്ളതായ ആ വലിയ ചലഞ്ച് കേട്ടപ്പോൾ DL മൂഡി പറഞ്ഞു, ലോർഡ്, ഐ വാണ്ട് ടു ബി ദാറ്റ് പേഴ്സൺ. ആ വ്യക്തിയെ എനിക്ക് തരണം. എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ പണമല്ല. പറയാൻ കാരണം എന്താ? ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്തിട്ടില്ല. ഞാനൊരു സഭയുടെ പാസ്റ്റർ അല്ല. ഞാൻ അമേരിക്കയിൽ പ്രസംഗിക്കാനും ഫണ്ട് റേസ് ചെയ്യാനും ഒരിക്കലും പോയിട്ടില്ല. വിദേശിലായ വെള്ളക്കാരുടെ പൈസ വാങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്നെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണയുള്ള പല പ്രിയപ്പെട്ടിട്ടുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പം പലർക്കും ഇല്ല. ഒരു കാലത്ത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ടായിരുന്നു. കാരണം എല്ലാ ആൾക്കാരും വിദേശിലായ പൈസ കൊണ്ട് ആ സ്കൂളും കോളേജും മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അതുകൊണ്ട് ഇതും അങ്ങനെ അത് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇതൊരു മലയാളി ചർച്ചിന്റെ സപ്പോർട്ട് നടത്തുന്ന സ്ഥാപനമല്ല. ഇതൊരു വിദേശീയരായ വെള്ളക്കാരുടെ സഹകരണം നടത്തുന്ന സ്ഥാപനമല്ല. ദൈവം ഞങ്ങൾക്കെന്ന ഭൗതിക നന്മകൾ പ്രവർത്തിച്ചപ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തെ നന്ദി, ഞങ്ങളുടെ സ്നേഹവും ബഹുമാനവും ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്നതായ ഒരു കൂട്ടം മലയാളി സ്നേഹിതർ ഞങ്ങളെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും സാമ്പത്തിക സഹായം ചെയ്യുവാനും മുമ്പോട്ട് വന്നതാണ് ഈ ശുശ്രൂഷയുടെ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകത്ത് ഒരൊറ്റ സ്ഥാപനത്തിന് ചെയ്യാത്തതുപോലെ ഇന്നും അക്രഡിറ്റഡ് ഡിഗ്രി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ലോകത്തുള്ള അതിശോക്തി പറയുമല്ല, അല്ലെ അന്വേഷിച്ചു പോയിക്കോ. വിദേശ സഹായമില്ലാതെ, ഒരു ചർച്ചിന്റെ ബാക്കപ്പ് ഇല്ലാതെ, സ്റ്റുഡൻസിന് ഫീസ് വാങ്ങാതെ, ഒരു ചെറിയ ഡൊണേഷൻ എന്തെങ്കിലും അവരാൾ കൊടുക്കുന്ന അവർക്കൊരു ബേഡൻ ഉണ്ടാകാൻ വേണ്ടി, ചീപ്പായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും ചില വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഡൊണേഷൻ കൊടുക്കാൻ പറയും. MD ഡിഗ്രിക്ക് മറ്റുള്ള കോളേജിലൊക്കെ 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയൊക്കെ ചെലവഴിക്കുമ്പോൾ 10,000-15,000 രൂപ 20,000 രൂപ ഒരു ഡൊണേഷൻ വൺ ടൈം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ നടത്തുന്ന സ്ഥാപനമാണ്. ചെറിയ തോതിൽ 16 സ്റ്റുഡൻസും 4 അധ്യാപകരായിട്ട് ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് സെമിനാരിയൊക്കെ ദൈവനെ ഉയർത്തി. 27 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വേമൂർ സെന്ററിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തു. IPCയുടെ കൗൺസിൽ എന്നെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചല്ല, ചോദിച്ചതല്ല, എൻ്റെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. 4 സഭകളുമായിട്ട് ആരംഭിച്ചു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സെന്ററാക്കി ദൈവനെ തീർത്തു. 85ഓളം സഭകൾ. ചെറിയ രീതിയിൽ 28 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെറുമക്കൾ കൺവെൻഷൻ ആരംഭിച്ചു. ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നതായ, ലോകത്ത് മുഴുവൻ ആളുകൾ ജിജ്ഞാസയോടെ വാച്ച് ചെയ്യുന്നതായ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൺവെൻഷനാക്കി ചെറുമക്കൾ കൺവെൻഷൻ ദൈവം ഉയർത്തി. ഇതെല്ലാം പറഞ്ഞതിന് വേണ്ടിയാ, തൊടുന്നതെല്ലാം പൊന്നാവെന്ന് പറഞ്ഞ പോലെ എന്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം ഏത് ശുശ്രൂഷ ആരംഭിച്ചോ അവരൊരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, മകുടോദാഹരണമാണ് ന്യൂലേ സെമിനാരിയും IPC വേമൂർ സെന്ററിലും ഇന്റർനാഷണൽ ന്യൂലേ മിനിസ്ട്രി. ഞങ്ങളുടെ ജീവിതം തന്നെ. പാട്ടുകളെ ഞാൻ ചുരുക്കാൻ പോകുകയാണ്. 1 മണിക്കൂർ സമയമാണ് തന്നിരുന്നത്. ഇനി 5 മിനിറ്റുണ്ട്. എൻ്റെ വൈഫ് സാക്ഷി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സമുദായത്തിന് ഏകയായി തനിയെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പോട്ട് കടന്നു വന്ന ഒരു സഹോദരിയ എൻ്റെ കൂട്ടുകാളിയായി ദൈവം തന്നത്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും എന്നേക്കാൾ കൂടുതൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എൻ്റെ വൈഫിൻ്റെ ജീവിതത്തിൽ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുത്ത ഭൗതിക നന്മകൾ ഒന്നും തന്നെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ. അമേരിക്ക ഞങ്ങൾ ചെറിയൊരു വീട്ടിൽ ഞങ്ങൾ പാർക്കുന്നത്. തുറന്നു പറയാം, എന്താ എന്നെ മറച്ചു വെക്കുന്ന, കാരണം ഇനി ഭാവിയിൽ ഞങ്ങളുടെ കാലശേഷമായാലും ഇതെല്ലാം കാണുന്നെങ്കിൽ അറിഞ്ഞോട്ട്. എൻ്റെ വൈഫിന്റെ 3 മാസത്തെ സാലറി ഉള്ള അമേരിക്ക ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ വില. അമേരിക്ക ഞങ്ങൾ പാർക്കുന്ന വീടിന്റെ വില എൻ്റെ വൈഫിന്റെ 3 മാസത്തെ സാലറിയുടെ ടോട്ടൽ വിലയേ ഉള്ളൂ ഞങ്ങളുടെ വീടിന്റെ വില. അപ്പൊ ആ വീടിന്റെ വില എന്തുവാന്നും ആ വീടിന്റെ വലിപ്പം എന്തുവാ നിങ്ങൾ ചിന്തിച്ചു പോയിക്കൂ. വെറും 900 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ ഞാനും എൻ്റെ വൈഫും 2 പെൺകുഞ്ഞുങ്ങളും
33 വർഷമായിട്ട് ആ സെയിം വീട്ടിൽ പാർത്തുകൊണ്ട് 1000 ദൈവദാസന്മാരെ അവിടെ ഹോസ്റ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ഇടിയാക്കി. ദൈവം തന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് 1000കണക്കിന് ആത്മാക്കളെ ദൈവം നൽകി. അനേക സഭകൾ സ്ഥാപിപ്പാൻ കർത്താവ് ഇടിയാക്കി. വേങ്ങൂർ സെൻട്രൽ 35 പരം സ്ഥലങ്ങളിൽ സ്ഥലം വാങ്ങുവാനും ഹോള് വെക്കുവാനും സാധുക്കളെ സഹായിപ്പാനും കർത്താവ് ഇടിയാക്കി. ഈ ഒരു ലൈഫ് കൊണ്ട് 160 കുഞ്ഞുങ്ങളെ സമൂഹവാദത്തിലൂടെ കരകയറ്റുവാൻ കുടുംബസ്ഥരാക്കി തീർക്കുവാൻ ദൈവം കൃപ നൽകി. അതിനു മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളതായ ആക്ഷേപങ്ങളും കുറ്റങ്ങളും പഴികളും ചെറുതൊന്നുമല്ല. 100 കണക്കിന് 1000കണക്കിന് ശിശുവിളക്കർക്ക് സൈക്കിൾ നൽകുവാൻ കർത്താവ് ഇടിയാക്കി. 30 പരം ആളുകൾക്ക് ഭവനം പൂർണ്ണമായിട്ട് പണിത് കൊടുക്കാൻ ഇടയായി തീർന്നു. 100 പരം 150 പരം പ്രിയപ്പെട്ടവർക്ക് ഭവനം പണിയുവാൻ സാമ്പത്തികമായി സഹായിച്ചു. പാർഷ്യലായിട്ട് 100 കണക്കിന് സഹോദരിമാരെ തയ്യൽ സ്കൂളിൽ പഠിപ്പിച്ച് തയ്യൽ മിഷ്യം കൊടുത്ത് സഹായിച്ചു. 1000 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ സഹായിച്ചു. ലൈഫ് അച്ചീവ്മെന്റാ പറഞ്ഞേ. നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ് എന്തുവാ? 10 ഏക്കർ ഭൂമി വാങ്ങിക്കുന്നതും വലിയൊരു കൊട്ടാരം പണിയുന്നതോ വലിയ വില കൂടിയ കാറ് വാങ്ങിച്ച് ലക്ഷമായിട്ട് ജീവിക്കുന്നതാണോ വീട്ടിൽ ലൈഫിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്? അവൻ കാര്യം തീർക്കുന്ന നാളിൽ നിങ്ങളുടെ കാര്യങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? പ്രസംഗിക്കാൻ ഈസിയാ, പക്ഷെ ജീവിതത്തെ കാണിക്കാൻ വലിയ പ്രയാസമാണ്. ഇറ്റ്സ് വെരി ഈസി ടു പ്രീച്ച്. ജ്ഞാനമുണ്ട്, വാക്ചാതുര്യം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ഈസിയാ, പക്ഷെ ജീവിതത്തെ കാണിക്കാൻ വലിയ പ്രയാസമാണ്. എന്റെ പിതാവിന്റെ ഒരു ഫ്രേസ് ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ വാസ് എ വെരി ഹ്യൂമറസ് പ്രീച്ചർ. അറിയാവുന്നവർക്ക് അറിയാം. പ്രസംഗിക്കുന്ന പോലെ നടക്കാൻ അറിയാമെങ്കിൽ നടക്കാൻ ഒക്കത്തില്ലെങ്കിൽ പ്രസംഗിക്കാൻ നടക്കരുത് എന്ന് പറയാം. പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾക്ക് നടക്കാൻ ഒക്കത്തില്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കാൻ നടക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ധരിക്കുന്ന നന്മകൾ, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ടാലന്റുകൾ എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഒരു കാരുടെ പറയട്ടെ വാക്കുകൾ ഞാൻ ചുരുക്കാം. എന്റെ ഗ്രാൻഡ് ഫാദർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നൊരു ഉപദേശിയായിട്ട് മാറി. ഒരു ഓടൻ പാസൊന്നുമല്ല, പക്ഷെ അടുത്ത ദേശങ്ങളിൽ ഓടനാവട്ടം, ചെറുവക്കൽ, ആയൂർ, ഈ ദേശങ്ങളിലൊക്കെ ഉമ്മന്നൂരൊക്കെ സഭകൾ സ്ഥാപിപ്പാൻ ദൈവം ഉപയോഗിച്ച ഒരു ശ്രേഷ്ഠ ദേവദാസനായിട്ട് ദൈവം ഉപയോഗിച്ചു എന്റെ ഗ്രാൻഡ് ഫാദറിനെ, എതിർത്ത വ്യക്തിയെ. എന്റെ പിതാവ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദൈവദാസനായിട്ട് മാറി. 2ാം തലമുറ എന്റെ പിതാവ്. 3ാം തലമുറയായ ഞാനും കഴിഞ്ഞ 46 വർഷമായി കർത്താവിനെ വിശ്വസ്തോടെ സേവിപ്പാൻ കർത്താവ് കൃപ നൽകി. ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ. 2 പെൺകുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ജനിച്ചു വളർന്നു. 2 പേരും രക്ഷിക്കപ്പെട്ടു, 2 പേരും സ്നാനപ്പെട്ടു, 2 പേരും അഭിഷേകം പ്രാപിച്ചു, 2 പേരും സാക്ഷ്യത്തോടെ മാതൃകയോടെ മാതാപിതാക്കന്മാരുടെ കൂടെ പാർത്ത് ഞങ്ങൾ ആലോചിച്ച് വിവാഹം കഴിച്ച് 2 പേരും കുടുംബസ്ഥരായി ദൈവത്തെ സേവിക്കുന്നു. ഒരു കാര്യം പറഞ്ഞില്ലേ അത് പൂർണ്ണമാകത്തില്ല. എൻ്റെ ഇളയ മകള് അവള് സയൻസ് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കർത്താവിനെ വിളിക്കൊണ്ട് വിളിയുണ്ടായി. ഷീ ഹേർഡ് ദ ഓഡിബിൾ വോയിസ് ഓഫ് ഗോഡ്. ദൈവ ശബ്ദം ശമൂവേലിനെ പോലെ ദൈവം സംസാരിക്കുന്ന ശബ്ദം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴും ഉപവാസ പ്രാർത്ഥന ഇരുന്നപ്പോഴും ചർച്ച വെച്ചോ അല്ല, അനാട്ടമി ക്ലാസ് ഇല്ല, അനാട്ടമി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ദൈവശബ്ദം കേട്ടു. ദിസ് ഈസ് നോട്ട് യുവർ കരിയർ, ഗോഡ് ഹാസ് കോൾഡ് യു ഫോർ ദ മിനിസ്ട്രി. സയൻസ് പഠിച്ച് നീ എന്തെങ്കിലും മെഡിക്കൽ ലൈനിൽ പോകാനല്ല നിന്റെ ജീവിതം, നിന്റെ ആയുസ് എന്ന് പറയുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവളുടെ വിളിയുടെ മുമ്പിൽ അവൾ സമർപ്പിച്ചു. അവൾ കരഞ്ഞുകൊണ്ട്, ഞാനെന്ന് അവിടെ ഇല്ല, ഞാൻ ഔട്ട് ഓഫ് ടൗണിലായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്നു, കരഞ്ഞുകൊണ്ട് വിവരങ്ങളെല്ലാം എൻ്റെ വൈഫിൻ്റെ ഒക്കെ പറഞ്ഞു. എൻ്റെ വൈഫിയുടെ കാര്യങ്ങൾ വെച്ച് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് അവൾ ക്ലാസ് നിർത്തി. അവൾ നിങ്ങളെവരും അറിയപ്പെടുന്നതായ ഡാലസിലുള്ളതായ ക്രൈസ്റ്റ് ഫോർ ദ നേഷൻസ് ബൈബിൾ കോളേജിൽ പോയി കർത്താവിന്റെ വചനം പഠിച്ചു. അതിൽ നിന്നിറങ്ങി വേറെ ബൈബിൾ കോളേജിൽ പഠിച്ചു, ഗ്രാജുവേറ്റ് ചെയ്തു. അതുപോലെ ബൈബിൾ കോളേജിൽ പഠിച്ച് കർത്താവിന് വലിയതായ അനുഗ്രഹിക്കപ്പെട്ടൊരു മകനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു. അവർ 2 പേരും ഇന്ന് അമേരിക്കയിൽ ഉള്ളതായ ഇന്ത്യക്കാരുടെ ഇടയ്ക്കും വെള്ളക്കാരുടെ ഇടയ്ക്കും ശുശ്രൂഷിക്കുന്നു. 4th ജനറേഷൻ സെർവിങ് ദ ലോർഡ്. 4 തലമുറയായി കർത്താവിന്റെ വേലയിലായിരിക്കാൻ ഇടയാകുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. മക്കൾക്കൊന്നും സമ്പാദിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മുടെ മക്കളെ എല്ലാവരെയും ദൈവത്തിന്റെ കൃപയിൽ വളർത്തുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവിന് വേലയ്ക്ക് വേണ്ടി അവരെ ഉത്തേജിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഉപവസിക്കണം. കർത്താവിന് വേലയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അവരെ പറഞ്ഞ് ഉപദേശിക്കണം.
എത്ര ദൈവദാസന്മാർ, എത്ര ഉപദേശിമാരും തങ്ങളുടെ മക്കൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളാ, അമേരിക്ക ജനിച്ചുള്ള കുഞ്ഞുങ്ങളാ. ഒരു കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല. മനുഷ്യമാരല്ല, ആൺകുഞ്ഞൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങളുണ്ടോ? ഗോഡ് കാൻ യൂസ് യു. അങ്ങനെ മകള് ഇപ്പോൾ കർത്താവിന് വേല ചെയ്യുന്നു. വേറെ രസകരമായ ഒരു ചിന്തയോടെ പറയാം, ചുമ്മാ ഒരു അറിവിന് വേണ്ടി പറയുന്നതാ. എന്റെ പിതാവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് 19ാമത്തെ വയസ്സിലാണ്. എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചത് 19ാമത്തെ വയസ്സിലാണ്. എന്റെ ഇളയ മകളെ കർത്താവിനെ വിളിക്കേണ്ട ദൈവം വിളിച്ചതും 19ാമത്തെ വയസ്സിലാണ്. 3 പേര്, എന്റെ പിതാവ്, ഞാൻ, എന്റെ മകള്, 3 പേരും കർത്താവിന് വേണ്ടി ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്നത്, കാല് വെക്കുന്നത് 19ാമത്തെ വയസ്സിലാണ്. ദൈവം അത്ര വിശ്വസ്തൻ. ദൈവം ഞങ്ങളെ മാനിച്ചു, അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ വേദികളിലും ചെറുവക്കിലും മറ്റുള്ളതായ സ്റ്റേജുകളിലും ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, ജോൺസൺ ഡാനിയൽ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് പിടിയേരി. അത് മാത്രം ഓർത്താൽ മതി. ദൈവം എന്തെങ്കിലും മാന്യത തന്നെങ്കിൽ ദൈവത്തെ മാനിച്ചുകൊണ്ടാണ്. ദൈവത്തെ ഉയർത്തിയാൽ മതി. എത്രമാത്രം ദൈവത്തെ ഉയർത്തിക്കോ ദൈവം നമ്മളെ ഉയർത്തും. അല്ലാതെ നമ്മൾ ഇലക്ഷനോ വോട്ട് പിടിക്കാനോ രാഷ്ട്രീയം കളിക്കാനോ ഒന്നും പോവാൻ നമുക്ക് പൈസയില്ല, നമുക്ക് ആരോഗ്യമില്ല, നമുക്ക് സമയമില്ല. അന്ത്യകാലം ആ കർത്താവിന് വേല ചെയ്ത് എങ്ങനെങ്കിലും കുറച്ച് ആത്മാക്കളെ നേടി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് അക്കരെ നാട്ടിൽ ചെന്ന് അവന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടേ നമ്മളെ ഏൽപ്പിച്ച ടാലന്റ് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞു, ഞാൻ അമേരിക്കയിൽ പോയി, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം കളിച്ചു, ഞാൻ പൊളിറ്റീഷ്യനായി, ഞാൻ മിടുക്കനായി, സഭയുടെ ലീഡറായി, അതിയെ രീതിയെന്ന് പറയാതെ നമ്മളെപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി താഴ്മയോടെ വിനയത്തോടെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നിറയുടെയായി നിറവേറ്റുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാര് കണ്ടേക്കാം, ദൈവദാസിമാര് കണ്ടേക്കാം, വിശ്വാസ സമൂഹങ്ങൾ കണ്ടേക്കാം, ഫെയ്ത്ത് ഹോമിൽ വളരെ ഞെരുക്കത്തിലും പട്ടിണിയിലും വളർന്നു വരുന്നതായ പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങൾ കണ്ടേക്കാം. അവരെ ഇംഗ്ലീഷിൽ പറയുന്നത് PK എന്നാ, PK, പാസ്റ്റേഴ്സ് കിഡ്. PK, ഐ എം എ PK, പാസ്റ്റേഴ്സ് കിഡ്. എന്നെ കേൾക്കുന്ന ആരെല്ലാം ഉണ്ടോ? പാസ്റ്റേഴ്സ് കിഡ്, ബി പ്രൗഡ്. ലോകത്തിൽ വേറെ ആരുടെയും മക്കളായിട്ട് ജനിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പദവിയാണ് ഒരു ഉപദേശകർ, അത്യുന്നതനായ ഒരു ദൈവത്തിന്റെ ദാസന്റെ മകനായി മകളായി ജനിപ്പാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എല്ലാവരും നിങ്ങൾ നോക്കുന്നുണ്ട്. 1000 കണ്ണുകളാ. എപ്പോഴും ഓർത്തോണം, നീ ഉപദേശയുടെ മോനാന്ന്. 1000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട് ഫെയ്ത്ത് ഹോമിലും മറ്റുള്ളതും. ഉപദേശയുടെ മോനാ എന്നോർത്തോണം. ശരിയാ, അതെല്ലാം മാറും. കുറച്ചുകൂടി കർത്താവിന് വരവ് താമസിച്ചാൽ ഉപദേശിയുടെ മോനും മോളും ആരാണെന്ന് ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. ദൈവത്തിന്റെ കരുണ സമർപ്പിച്ചാട്ട് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആവേശമായി എനിക്കറിയാം. 1 മണിക്കൂർ നിങ്ങൾ സമയം പോയാൽ ഞാനും അറിഞ്ഞില്ല, നിങ്ങളും അറിഞ്ഞില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഓർക്കുക, ദൈവത്തിന്റെ രാജ്യത്തിന്റെ മകത്തിന് വേണ്ടി ഒരാഴ്ചയുള്ളൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വേസ്റ്റ് യുവർ ലൈഫ്, ഡോണ്ട് വേസ്റ്റ് യുവർ മണി, യുവർ ടാലന്റ്. ഇൻവെസ്റ്റ് ഇറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ ടാലന്റും ഇൻവെസ്റ്റ് ചെയ്യുവാൻ കൊയ്ത്തിന് വളരെ ഉണ്ട്. ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം, കർത്താവ് പറഞ്ഞ പോലെ കൊയ്ത്ത് വളരെ ഉണ്ട്. സത്യം, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയപ്പാൻ വേണ്ടി യാചിപ്പീൻ. യെശയ്യാപ്രവചനം 6-ാം അധ്യായം പ്രകാരം കാണുന്നു, ഹൂ വിൽ ഗോ, ഹൂം ഷാൽ ഐ സെൻഡ്, ഹൂ വിൽ ഗോ ഫോർ മീ. ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും. ഇന്നും വിളി മുഴങ്ങുന്നു ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ. യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സാക്ഷ്യത്തിന്റെ അവസാനം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ കൺക്ലൂഷൻ ഓഫ് ദ ടെസ്റ്റിമണി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കുക, നിങ്ങളുടെ സമർപ്പണം ദൈവത്തോടെ പ്രാർത്ഥിക്കുക. അപ്പൊ എന്നെ വിളിച്ചില്ലല്ലോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. ശരിയാ, മെഡിസിന് വേണ്ടി നിങ്ങളെ വിളിച്ചോ? ഇല്ലല്ലോ. ഇൻസിഡന്റ് ആവാൻ വേണ്ടി വിളിച്ചോ? ഇല്ലല്ലോ. അതെല്ലാം അമ്മയപ്പന്മാരെ പുഷ് ചെയ്തതും മറ്റുള്ളവരെ പുഷ് ചെയ്തതും നിങ്ങൾ ആഗ്രഹിച്ചുവല്ലയോ? അതുപോലെ എത്ര പേര് പുഷ് ചെയ്യും? മാതാപിതാക്കന്മാരെ എത്ര പേര് ആഗ്രഹിക്കും കർത്താവിന് വേലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പെടണം, പ്രയോജനപ്പെടണം, അതിനുവേണ്ടി ദൈവം എന്നെ വിളിക്കണമേ എന്ന് എത്ര പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും? ആ സമയത്ത് ദൈവം നിങ്ങളെ വിളിക്കുകയും ചെയ്യും. യൗവനക്കാരെ, കർത്താവിന് വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ജീവിക്കുക. ഒരാഴ്ചയേ ഉള്ളൂ. ലോകത്ത് നമ്മൾ എന്ത് നേടിയാലും താൽക്കാലികമായ ക്ഷണഭംഗരമാണ്. നിത്യമായ ശാശ്വതമായ ഭവനത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഇന്നും ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഗോഡ് ഈസ് കോളിംഗ്.
ചെറുപ്പക്കാരായ പെൺകുട്ടികളെ, ചെറുപ്പക്കാരായ ആൺകുട്ടികളെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക ശുശ്രൂഷയ്ക്ക് വേണ്ടി. ചില ജീവിതങ്ങളെ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്നും അല്ലെങ്കിൽ നാളെ കേൾക്കുന്നവർ, അവരെ ചലഞ്ചിലാവട്ടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നിങ്ങൾ കൃപ തരുമാറാകട്ടെ. ധാരാളം കേൾവിക്കാർ ഞങ്ങളെ ഇപ്പൊ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. I see more than 100 people are lively watching. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആത്മ നമ്മുടെ ഹൃദ്യമായി ഇടപെടുമാറാകട്ടെ. ഒരു വാക്ക് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ കൊടുത്ത പാദത്തിൽ കടന്നു വന്ന് നിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന വലിയൊരു സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെ ഞെരുക്കത്തിലും പട്ടിണിയിലും നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനെ സേവിപ്പാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എഴുവനാടിയുടെ മാതാപിതാക്കന്മാരുടെ ചരിത്രം ഇവിടെ അല്പസമയം വിവരിപ്പാൻ കർത്താവ് ഇടയാക്കി. അത് മുഖാന്തരം തന്നെ 5 മക്കളെയും ദൈവം അനുഗ്രഹിച്ച് 5 പേരെയും ഫുൾ ടൈം മിനിസ്ട്രിയിലാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുന്ന വലിയൊരു വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ആയിരങ്ങൾ, 10,000, ലക്ഷോപലക്ഷം ജനങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ കടന്നുപോയ വേദനകൾ, പട്ടിണി, പ്രയാസങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഇന്നുള്ള ജനം കാണുന്നില്ലല്ലോ. എന്നാൽ അവിടുന്ന് അറിയുന്നതിനാണ് സ്തോത്രം. ഇന്ന് ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കിട്ടത് യൗവനക്കാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, ദൈവദാസന്മാരുടെ മക്കൾക്ക്, അല്ല ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ഒരു ചലഞ്ചായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഞങ്ങൾ പാടിയതുപോലെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ പ്രതിഭവനും എന്തുള്ളൂ. ശേഷിക്കുന്ന ആയുസ്സും നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവെ ഒരിക്കൽ കൂടെ അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ ശ്രമിക്കുന്നതായ പ്രിയപ്പെട്ടവർ, ഭാവിയിൽ ശ്രമിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവർ, ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവരെ സമർപ്പിക്കുവാൻ കർത്താവ് ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉന്നതമായ വിളി, നിന്റെ പരമവിളി, സ്വർഗീയ വിളി, നിന്റെ പരമവിളിയാൽ നീ അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ വലിയ മഹാനിയോഗം, ആ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാരത മണ്ണിൽ 1000 ആത്മാക്കളെ നേടുവാൻ, 100 സഭകൾ സ്ഥാപിപ്പാൻ നിന്റെ ദാസന്മാരെയും ദാസിമാരെയും അവിടുന്ന് വിളിച്ചു വേർതിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളുടെ മധ്യത്തിലും പതറിപ്പോകാതെ നെവരെ നിൽപ്പാൻ കൃപ നൽകിയാട്ട് കർത്താവെ. പാസ്റ്റേഴ്സിന്റെ കുഞ്ഞുങ്ങളായി ഫെയ്ത്ത് ഹോമിൽ ജനിച്ചു വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ പല പിയർ പ്രഷറിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സഭയുടെ അകത്തു നിന്ന് പുറത്തു നിന്നുള്ളതായ അനേക പ്രഷർ നേരിടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരാരും കൃപയിൽ നിന്ന് വീണു പോകാതെ, ആരും ക്ഷീണിച്ചു പോകാതെ, അഭിമാനത്തോടെ, വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, എന്റെ മാതാപിതാക്കന്മാരെ നടത്തിയ ദൈവം എന്നെ നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവ് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കേൾക്കുന്നവരെയും ഇനി ഭാവിയിൽ കേൾക്കാൻ പോകുന്നവരെയും നിന്റെ അഭിഷേക നിലയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടികൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാതന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you so much. God bless you. We really appreciate everyone those who listened. ഞങ്ങളെ ശ്രമിച്ച എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ വൈഫിന്റെയും കുഞ്ഞുങ്ങളുടെയും വന്ദനം അറിയിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങളെ ക്ഷണിച്ച് ഈ അവസരം ഒരുക്കിയതായ കർത്താവിന്റെ ദാസൻ, എന്റെ സ്നേഹിതൻ പാസ്റ്റർ ഡാനിയൽ മുട്ടമ്പള്ളിയോടെ എല്ലാ ടീമംഗങ്ങളോടെ നന്ദി അറിയിക്കുന്നു. Thank you so much. God bless you. We love you. Amen.